ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ അടുത്തായിട്ട് പ്രവീണും അഭിലാഷും എഴുതിയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പലർക്കും പല കൺഫ്യൂഷനുകളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിലുള്ളതെന്ന് നമുക്കൊന്ന് അറിയാനും നമ്മുടെ അറിവിനെ കുറെ കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽമാൻ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കുകയാണെങ്കിൽ പ്രവീൺ എന്താണ് അഭിലാഷ് ചിന്തിക്കുന്നതെന്നും അഭിലാഷ് എന്താണ് പ്രവീൺ ചിന്തിക്കുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം ഇതിനെക്കുറിച്ച് അഭിലാഷ് ഒന്ന് പറയും, എന്താണ് ഈ വിഷയത്തെ കുറിച്ച് അഭിലാഷിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമസ്കാരം രാകേഷ്, പ്രവീൺ. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ക്യാപിറ്റലിസത്തെ പറ്റി എപ്പോഴും സംസാരിക്കുന്നതാണ്. പല ആൾക്കാരോടും ക്യാപിറ്റലിസത്തിന് വേണ്ടി ഘോരം ഒരുപാട് അടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അപ്പം നമുക്ക് ഇടയിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ആ ക്യാപിറ്റലിസം സ്പെക്ട്രത്തിൽ തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പൊ രാകേഷ് എത്രത്തോളം ഫ്രീ മാർക്കറ്റിന് എത്രത്തോളം ആകാം, എത്രത്തോളം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആകാം എന്ന് രാകേഷിന് ഒരു സങ്കല്പമുണ്ട്, പ്രവീണിന് ഒരു സങ്കല്പമുണ്ട്, എനിക്കൊരു സങ്കല്പമുണ്ട്. അപ്പം ആ ഒരു ആശയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എത്രത്തോളം ആകാം എന്നുള്ളതിന് തർക്കത്തിനേക്കാൾ ഉപരി ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തർക്കം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത് പ്രവീൺ കുറച്ച് കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോസ്റ്റ് ഒക്കെ എഴുതിയത്. അപ്പൊ പ്രധാനമായിട്ടും അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പ്രവീൺ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ധാരണ. ആ ഒരു ബേസിസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ ആ യുക്തി തീവ്രവാദികൾ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടപ്പം അതിനകത്ത് ഓസ്ട്രിയൻ എക്കണോമിക്സ് ഒന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ് കണ്ടതല്ല, അത് വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിനകത്ത് പ്രവീൺ പറയുന്ന ബാക്കി കാര്യങ്ങളോടെല്ലാം എനിക്ക് യോജിപ്പും കാര്യങ്ങളൊക്കെയാണ്, ഞാനും ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷെ അതിനകത്ത് ഹ്യൂമൻ ആക്ഷനെ പറ്റി സംസാരിച്ചപ്പോൾ മീസസിനെ പറ്റിയിട്ടൊക്കെ മീസസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. അപ്പൊ ഓസ്ട്രിയൻ എക്കണോമിക്സ്, അപ്പൊ പ്രവീൺ അവിടെ പ്രധാനമായിട്ട് ചെയ്തത് റാഷണലിസവും എംപിരിസിസവും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് പ്രവീൺ അവിടെ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റിനെ അതിനകത്ത് കേവല യുക്തിവാദികൾ എന്ന് നമ്മൾ അവരെ വിളിക്കാറുണ്ടെന്നും അവരാദ്യം ഒരു തിയറി സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിനുശേഷം അതെല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ നോക്കുന്നവരാണെന്നും അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല, അങ്ങനെയുള്ള കുറെ വ്യൂ പോയിന്റ്സ് പ്രവീണോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ട് മുതലേ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓസ്ട്രിയൻ എക്കണോമിക്സ്, നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ വരുന്ന കാര്യമാണ്. അപ്പം മുതലേ പ്രവീണിന്റെ വ്യൂ പോയിന്റ്സ് നമുക്ക് ഏകദേശം അറിയാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ പിന്നീട് അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ പ്രവീൺ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. പ്രധാനമായിട്ടും മീസസ് പറഞ്ഞ എന്താണെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കാതെയാണ് അവിടെ സംസാരിച്ചതെന്നുള്ളതാണ് എന്റെ ഒരു പോയിന്റ്. കാരണം ഹ്യൂമന്റെ ആക്ഷൻ പർപ്പസ്ഫുൾ ആണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ എപ്പോഴും പർപ്പസ്ഫുൾ ആയിട്ടാണോ പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ്. കാരണം എപ്പോഴും അങ്ങനെയല്ല മനുഷ്യൻ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് എടുത്ത് വെക്കുന്നു, അതിനുശേഷം അവർ ബാക്കിയെല്ലാം അത് വെച്ച് ചെയ്യാൻ നോക്കുന്നു, അവര് എംപിരിസിസ്റ്റ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ, ഹ്യൂമൻ ആക്ഷൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രവീണിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത് കറക്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആദ്യം തന്നെ ആ ഇൻട്രൊഡക്ഷൻ തന്നെ എന്താണ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് മീസസ് കറക്റ്റ് ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, അവിടെ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യും, അങ്ങനെ ഒരു വ്യൂ പോയിന്റിലാണ് മീസസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പ്രവീൺ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, മീസസ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. അവിടെ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്താലും അവിടെ എൻ ഗോൾസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എക്കണോമിക്സിൽ അത് എടുക്കുന്നില്ല. അതുപോലെ എങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ രൂപപ്പെടുന്നത് അതിന്റെ സൈക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടുള്ള റീസൺസും എടുക്കുന്നില്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും മാറ്റി നിർത്തിയിട്ട് മീൻസ്, അതായത് മാർഗങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യുന്നു, അവൻ സംതൃപ്തി കുറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സംതൃപ്തി കൂടിയ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അതൊരു പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്നുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എക്കണോമിക്സിന്റെ തിയറി എല്ലാം വരുന്നത്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പ്രവീണിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. ഓക്കെ. അപ്പം ബേസിക്കലി നമ്മൾ ഇപ്പം അഭിലാഷ് പറഞ്ഞ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. നമ്മൾക്കറിയാം ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് വളരെ സോഷ്യലിസത്തോട് വളരെയധികം ആമുഖ്യമുള്ള ആളുകളുടെ വളരെയധികം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സോഷ്യലിസത്തെ വളരെയധികം ഉപയോഗിക്കുകയും നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണം നമ്മൾ
ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന പണം ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യലിസ്റ്റ് ഫ്രീ ബീകൾക്ക് വേണ്ടിയിട്ടും സോഷ്യലിസത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടും അതിനെ നിലനിർത്തിക്കൊണ്ട് ആളുകളെ ഒരു ചൂഷണ വസ്തു പോലെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റുകൾ അധികാരത്തിന്റെ പിന്നെ അപ്പക്കഷ്ണം വീതിച്ച് നൽകുന്നത് പോലെ ആളുകളെ കൊണ്ടു നടക്കുന്നു എന്നുള്ള ഒരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് ബിസിനസ് ചെയ്യുന്നതിന് നമ്മളെല്ലാവരും എതിരാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല, ഇങ്ങനെയല്ല സമൂഹം മുന്നോട്ട് പോകേണ്ടത്. സമൂഹത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിന് എത്രമാത്രം പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെയാണ് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയ കക്ഷികളെ നമ്മുടെ നികുതി പണം യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ചെലവാക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരിക്കും ഈ ക്യാപിറ്റലിസം പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് RC ഡാനിയുറുമ്പും എന്ന് പറയുന്ന പ്രസന്റേഷന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷിഫ്റ്റ്, ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് എസൻസ് ഗ്ലോബലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും നമ്മുടെ ചിന്താധാരകളിലൊക്കെ വരുന്നതെന്നാണ് എൻ്റെ ഒരു അടിസ്ഥാനം, എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഞാനും ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്നതും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മളാരും ഒരു എക്കണോമിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ പറയുകയും അങ്ങനെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരയ്ക്കും ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും കേൾവിക്കാരുണ്ടാവുകയും അതിനെ പോസിറ്റീവായിട്ട് കാണുകയും അതേപോലെ എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു ആശയം കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ സമാന ചിന്താഗതികളുള്ള ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ആശയം വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ എൻ്റെ അഭിപ്രായം, ഞാനത് മുന്നേ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുമ്പം എല്ലാം തുറന്ന ഒരു വിപണി എന്നത് പ്രായോഗികമായി സാധ്യമായ ഒന്നല്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ പരിണാമത്തിൽ മനുഷ്യൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് ഗവൺമെൻറ്റുകളുണ്ട്, കിങ്ഡം ആയിരുന്നു അല്ലെങ്കിൽ ട്രൈബൽ ആയിരുന്നു. അവിടെയെല്ലാം ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് മാർക്കറ്റിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അവിടെ ജനങ്ങൾക്ക് എത്രമാത്രം സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പിന്നെ ചോദ്യചിഹ്നമായി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിഷ്കരിച്ച് മൊണാർക്കി എന്നൊക്കെ നമ്മൾ പരിഷ്കരിച്ച് നമ്മൾ ഡെമോക്രസിയിലെത്തിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് അതിനകത്ത് കൂടുതൽ സ്റ്റേക്ക് അവകാശപ്പെടാം, മുൻപുള്ള സിസ്റ്റത്തെക്കാൾ കൂടുതൽ സ്റ്റേക്ക് അവകാശപ്പെടാമെങ്കിലും നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റിൽ അത് മാർക്കറ്റിൽ ഇടപെടും. പോളിസികളിൽ വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർ തെരുവിലിറങ്ങുമ്പം അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പോളിസികളും നടപ്പിലാക്കേണ്ടി വരും. ചില സമയത്ത് മാർക്കറ്റിലെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി എന്തടിസ്ഥാനത്തിലായിരിക്കണം ആ ഡിക്റ്റേഷൻ നടക്കേണ്ടത്? അതായത് മാർക്കറ്റിലെ ഇടപെടൽ എന്തായാലും ഒഴിവാക്കാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ആക്ടിവിസം, അല്ലെങ്കിൽ പബ്ലിക് തെരുവിലിറങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് അനിയന്ത്രിതമായി ആൾക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് വലിയ വിലക്കയറ്റം, ഭക്ഷ്യധാന്യങ്ങൾ എടുക്കാം, അപ്പം ഉള്ളിയുടെ വില അല്ലെങ്കിൽ അരിയുടെ വില അല്ലെങ്കിൽ ഗോതമ്പിന്റെ വില, ഇതൊക്കെ കൂടുമ്പോഴത്തേനും ആൾക്കാർ തെരുവിലിറങ്ങുന്നു. അത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു സമയത്തിൽ ഗവൺമെന്റ് ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ അതൊരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ പുറത്താകരുത് ഇടപെടൽ. അതാണ് ആദ്യത്തെ പോയിന്റ്. ആ ഇടപെടൽ കൃത്യമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ഡേറ്റ എന്ന് പറയുമ്പം എത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഡേറ്റ ശേഖരിക്കുക എന്ന് പറയുന്നത് എക്കണോമിക്സിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാനും അംഗീകരിക്കുന്ന കാര്യം, അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ കുറെ കൂടെ അക്കാര്യത്തിൽ ഒരു 10 കൊല്ലം മുമ്പത്തെ അവസ്ഥയല്ല ഇന്ന്. ഇനി ഒരു 10 കൊല്ലോളം കഴിഞ്ഞാലും ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പം ഡേറ്റകളെ ആശ്രയിച്ചുകൊണ്ട് വളരെ ടെമ്പററി ആയിട്ടും ഡൈനാമിക്കും ആയിട്ടുള്ള പോളിസികൾ, അതായത് ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്, ഗവൺമെന്റിന് ഇന്റർവെൻഷൻ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഇന്റർവ്യൂൻ ചെയ്യുമ്പം യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഡേറ്റ. അതായത് സപ്ലൈ ശരിക്കും ഇല്ലാത്തതാണോ, അതോ സപ്ലൈ ഉണ്ടായിട്ടും അത് ആരെങ്കിലും പൂഴ്ത്തി വെച്ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ശരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഡേറ്റ തന്നെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വേണം ഡിസിഷൻ എടുക്കാൻ. വൺസ് ദാറ്റ് ഔട്ട്പുട്ട് ചേഞ്ച്, അതായത് ഇങ്ങനെ വരുന്ന ഡേറ്റയിൽ കൂടെ കിട്ടുന്ന ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും, ഇൻപുട്ട് ചേഞ്ച് ആകുമ്പോൾ, അതായത് സപ്ലൈ കൂടുമ്പം അല്ലെങ്കിൽ ആഗോളതലത്തിൽ മാർക്കറ്റിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒക്കെ ഇത് മാറുക, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പം ദ ഗവൺമെന്റ് ഹാസ് ടു വിത്ഡ്രോൺ. അതായത് ഗവൺമെന്റ് ഒരു ടെമ്പററി ആക്ഷൻ എന്ന നിലയ്ക്കാണ് ആ ഇന്റർവെൻഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കാരണം അത് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നായതുകൊണ്ടാണ്. അങ്ങനെ ഒഴിവാകണമെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റലിസവും ഫ്രീ മാർക്കറ്റും ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു വിലക്കയറ്റമാണെന്നും അത് സാധനത്തിന്റെ ഷോർട്ടേജ് കൊണ്ടാണെന്നും ഇതിനകത്ത് ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല എന്നും നമ്മളാണ് മാറേണ്ടതെന്നും
ചിന്തിച്ച് മാറാനുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടാവണം. അതുണ്ടാകാത്തിടത്തോളം കാലം അതുണ്ടാകുക എന്നുള്ളത് ബുദ്ധിമുട്ടുമാണ്. കാരണം നമ്മൾ കുറച്ച് പേരാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ എക്കണോമിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരവരുടെ മേഖലകളിൽ തിരക്കിലാണ്, അവരവരുടെ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ട് മുന്നോട്ട്. അപ്പോൾ അവർക്കിത് എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കാനോ ഇതിൻ്റെ ന്യൂവാൻസസ് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല, അത് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എക്സ്പേർട്ടുകളെ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എന്നൊക്കെ പറയുന്ന എക്സ്പേർട്ടുകളെ വരുന്നത്. ഈ എക്സ്പേർട്ടുകളെ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല, എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ആളുകളെ നമ്മൾ വിശ്വസിച്ച് അവർക്ക് കഴിവുണ്ട്, അതിനൊരു യോഗ്യത മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ച് നമ്മൾ അവരിൽ വിശ്വാസം അർപ്പിച്ച് പോവുകയാണ്. ഇതൊരു സൊസൈറ്റിയൽ കോസ്റ്റാണ്. അതായത് നമ്മൾ മനുഷ്യൻ ഇൻഡിവിജ്വലായിട്ട് താമസിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ, നമ്മളൊരു സിവിലൈസേഷൻ്റെ ഭാഗമാകുമ്പം, നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ ഒരു സൊസൈറ്റിയൽ കോസ്റ്റ് ഉണ്ട്. ആ സൊസൈറ്റിയൽ കോസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ എക്സ്പേർട്ടുകൾ എടുക്കണം, അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയാൽ അവരതിൻ്റെ ഫലം അനുഭവിക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, അവരുടെ ഒരു പോളിസി തെറ്റായി രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അത് ജനാധിപത്യത്തിൽ മാത്രമുള്ള ഓപ്ഷനാണ്, മൊണാർക്കിലൊന്നും ആ ഓപ്ഷനും ഇല്ല. ഇപ്പൊ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേക്ക് ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഈവൻ ആഫ്റ്റർ 5 years നമുക്ക് സാധിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടാതിരിക്കൽ സാധ്യമല്ല എന്നും, അങ്ങനെ ഇടപെടുമ്പോൾ അത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വേണമെന്നും, അത് നമ്മുടെ പ്രപ്പോസലാണ്. അത് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല, ഇറ്റ്സ് എ പ്രപ്പോസൽ. അതായത് ഗവൺമെന്റിന് ഏതായാലും ഇടപെടാതിരിക്കാൻ പറ്റില്ല, സോ വി ആർ പ്രപ്പോസിങ് ദിസ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കടുംപിടുത്തം പിടിക്കുകയാണ്, മാർക്കറ്റിൽ ഇടപെടുകയേ ചെയ്യരുത്, ഗവൺമെന്റ് ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല, അതിനൊരു പ്രായോഗികതയില്ല. ബിക്കോസ് നോബഡി ഈസ് ഗോണ ടു ഹിയർ ഇറ്റ്. മറ്റേത് വീണ്ടും ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് വി ആർ സീയിങ് ദാറ്റ് ചേഞ്ചസ്. ഇപ്പം തന്നെ നമ്മുടെ ഫാം ബില്ല് വന്നതിന് ശേഷം എനിക്കൊന്ന് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഉള്ളിയുടെ വിലയുടെ കാര്യത്തിലൊക്കെ ഗവൺമെന്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു ഡാറ്റ. അതായത് ശരിക്കും അത് മാറണം, ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പോളിസിയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല, അത് ട്രാൻസിയൻ്റ് ആയിരിക്കണം, അത് ഡൈനാമിക് ആയിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. സോ ഇതാണ് പോസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഈ പോസിബിൾ സൊല്യൂഷൻ പറയുമ്പം ഇത് നമ്മുടെ ഒരു താല്പര്യമാണ്, അതായത് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരി എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതാണ് പോസിബിൾ സൊല്യൂഷൻ. സോ ഇറ്റ്സ് എ പോസിബിൾ സൊല്യൂഷനെ പോസിബിൾ സൊല്യൂഷനായിട്ട് എടുക്കുക. അപ്പോൾ അവിടെ ഇല്ല ഇത് പറ്റില്ല, ഫ്രീ മാർക്കറ്റ് തന്നെ ആയിരിക്കണം, മാർക്കറ്റിൽ ഒരിക്കലും ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഈ തർക്കം നമ്മൾ വൈഡായി പോകുന്നത്. ഇനി ഞാൻ ഈ അഭിലാഷിന്റെ യുക്ത തീവ്രവാദികൾ കണ്ടിട്ടുള്ള എനിക്കൊരു 2 ചോദ്യം അഭിലാഷിനോട് ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാൻ എന്താണ് ഈ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു എന്ന് അഭിലാഷ് മനസ്സിലാക്കിയത് ഇതാണെന്ന് ഞാൻ കരുതുന്നു. ഹലോ കേട്ടോ? എന്റെ പ്രശ്നമാണെന്നറിയില്ല, കുറച്ച് കട്ടായി. ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം. അതായത് ഇപ്പം നമ്മുടെ ഇപ്പം അഭിലാഷ് പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസം, അതായത് നമ്മുടെ മേസസിന്റെ ആക്ഷൻ ആക്സിയോമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി എന്ന് കരുതി അഭിലാഷ് എഴുതി ഒരു പോസ്റ്റ് എഴുതി എന്ന് പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് കരുതി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രവീൺ പറഞ്ഞ വാചകങ്ങളെല്ലാം എന്റെ പോസ്റ്റിലുണ്ട്, ഞാൻ ഒന്നും എക്സ്ട്രാ ഇട്ടിട്ടില്ല. പ്രവീൺ പറഞ്ഞ അതേ വാചകങ്ങൾക്ക് മറുപടിയാണ്. അപ്പൊ ഞാൻ അതിന്റെ അതൊന്നൊരു ക്ലാരിഫൈ, അതായത് ഒന്നാമത് ആ പ്രസന്റേഷൻ ഞാനൊന്ന് പറയാം. അതായത് ഞാൻ ആ പ്രസന്റേഷനകത്ത് ശരിക്കും ഓസ്ട്രിയൻ എക്കണോമിക്സിനെ കുറിച്ചും ഈ കേവല യുക്തിവാദികൾ എന്ന് പറഞ്ഞ ഒരു 2 minutes പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതായത് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷണറി വീഡിയോ അല്ലത്, അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ആ ഒരു പോയിന്റിൽ നമ്മൾ യൂസ് ചെയ്തു. കാരണം നമ്മൾ സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തെ അവിടെ ഞാനത് പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് വാസ് നോട്ട് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഓസ്ട്രിയൻ എക്കണോമിക്സ്. അപ്പോൾ അവിടെ എനിക്ക് പൂർണ്ണമായിട്ടത് ഞാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ, അല്ലാതെ ഇങ്ങനെ ഒരു ഡിബേറ്റിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ അത് ആളുകൾ നിങ്ങളത് പിക്ക് ചെയ്യുമെങ്കിൽ ഞാൻ അവിടെ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തും. പക്ഷെ അതിനുള്ളൊരു വീഡിയോ അല്ലായിരുന്നു. സോ ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. എൻ്റെ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് അഭിലാഷ് കട്ടായി. ഹലോ, അഭിലാഷ് സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഓക്കെ, കേക്കാവോ? എനിക്ക് കേൾക്കാം.
ഓക്കെ, ഈ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ എന്താ പറയുന്നത്, വളരെ റാഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് മാത്രമാണ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് ഞാൻ കരുതി എന്ന് അഭിലാഷ് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ അതിനുശേഷം ഇട്ട കമന്റിൽ ഇത് പ്രവീൺ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, മനുഷ്യൻ എപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കുന്നത്, അതിനകത്ത് ഇമോഷണൽ ഡിസിഷൻസ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രവീൺ അതിനുശേഷമുള്ള കമന്റിൽ പറയുന്നുണ്ടല്ലോ. അല്ല, അതുപോലെ തന്നെ ഞാൻ പ്രവീൺ അങ്ങനെ കരുതിയിട്ടില്ല എങ്കിൽ പ്രവീൺ ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്യായിരുന്നു. പ്രവീൺ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എനിക്ക് ഊഹിക്കാമല്ലോ പ്രവീൺ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. ഒന്നുകിൽ ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് അങ്ങനെയല്ല എന്ന് പറയാം. അല്ല, ഇമോഷണൽ, അതിന്റെ രണ്ടാമത്തെ കമന്റ് വേറൊരു, അതിന്റെ തുടർച്ചയാണ്. അത് വേറൊരു ആർഗ്യുമെന്റിന്, വേറൊരു കമന്റിന് റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പം, അതായത് അഭിലാഷ് പറയുന്നത്, ഇപ്പൊ ഒരാൾ വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. ഒരാൾ ഇന്ന് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. അതൊരു പർപ്പസ്ഫുൾ ബിഹേവിയർ ആണ്. അല്ലാതെ ഞാനതൊരു എല്ലാ മനുഷ്യന്റെ ആക്ഷനും, എൻ്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ്. മനുഷ്യരുടെ എല്ലാ തീരുമാനങ്ങളും പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്ന് പറയുമ്പം ആ വാചകം നിങ്ങളിപ്പം മേസസ് ആക്ഷൻ ആക്സിയം അഭിലാഷ് എഴുതിയത് തന്നെ ഞാൻ വായിക്കാം. ഹ്യൂമൻ ആക്ഷൻ ഈസ് പർപ്പസ്ഫുൾ ബിഹേവിയർ, ഓർ വി മേ സേ ആക്ഷൻ ഈസ് വിൽ പുട്ട് ഇൻ ടു ഓപ്പറേഷൻ. ഈ രണ്ട്, പർപ്പസ്ഫുൾ, വിൽ പുട്ട് ഇൻ ടു ഓപ്പറേഷൻ and transformed into an agency is aiming at ends and goals. അതായത് എൻസും ഗോൾസും പൂർണ്ണമായിട്ട് ഇത് എയിമിങ് അറ്റ് എൻഡ് ആൻഡ് ഗോൾസ്. പിന്നെ വരുന്നതിനകത്ത് ഈസ് ദ ഈഗോസ് മീനിങ് റെസ്പോൺസ് ടു സ്റ്റിമുലി ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ഇറ്റ്സ് എൻവയോൺമെന്റ് is a person's conscious adjustment to the state of the universe that determines his life. ഇവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇത് ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവില് കോൺഷ്യസ് ആയിട്ടൊരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. അതായത് കോണ്ടെക്സ്റ്റുവൽ ആണെങ്കിൽ ഐ ഹാവ് നോ ഡിസഗ്രിമെന്റ്. പക്ഷെ ഇത് ഒരു യൂണിവേഴ്സൽ തിയറി ആണെന്നും ഇത് ഇറ്റ്സ് നോട്ട് കോണ്ടെക്സ്റ്റുവൽ, ഇറ്റ്സ് യൂണിവേഴ്സൽ. കാരണം ഞാൻ അതിലേക്ക് വരാം. കാരണം ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അതാണ് ഞാൻ പറയാൻ കാരണം, മീസസ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവീൺ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം തുടർന്നുള്ള ഭാഗങ്ങളിലും മീസസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, അപ്പൊ നമ്മൾ എൻ ഗോൾസ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നമുക്ക് റാഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം മദ്യപിച്ച് ഓടയിൽ കിടക്കുന്നത് ഒരു മോശം തീരുമാനമാണ്. ആ എൻ ഗോൾ ഹാസ് സം പ്രോബ്ലം അല്ലെ. പക്ഷെ അത് സബ്ജക്ടിവിറ്റിക്ക് വിട്ടുകൊടുക്കണം. ആ എൻ ഗോൾ എന്ന് പറഞ്ഞത് അതിനെ പറ്റിയിട്ട് യാതൊരു അനാലിസിസും മീസസ് ചെയ്യുന്നില്ല. പകരം ഏതൊരു മനുഷ്യനും ഒരു കാര്യം ഇപ്പൊ തന്നെ അത് പറയാം. ഇപ്പൊ മദ്യപിക്കാൻ തീരുമാനിക്കുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഓക്കെ, മദ്യപിച്ചതിന് ശേഷം അയാൾ എടുക്കുന്ന തീരുമാനങ്ങളോ? മദ്യപിച്ചതിന് ശേഷം അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ് അതിന്റെ പ്രശ്നം. പറ്റില്ല. അതാണ് പറഞ്ഞത്, ഇറ്റ്സ് എ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ നമ്മൾ സബ് ഹ്യൂമൻ ആയിട്ടുള്ളതും സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ എടുക്കുന്നില്ല. ഒരാള് ബോധാവസ്ഥയിലായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പൊ ഒരാളെ ഇപ്പൊ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒരാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ന്യൂറോ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കൊച്ചുകുട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. മീസസ് വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് ഹ്യൂമൻ. വൈ ഇറ്റ്സ് ഹ്യൂമൻ എന്നുള്ളതിന് രണ്ട് കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, അയാളുടെ എൻ ഗോൾസ് നമ്മൾ എടുക്കുന്നില്ല, പക്ഷെ അയാൾക്ക് തലച്ചോറ് ഉണ്ടാവണം എന്നുള്ളതാണല്ലോ. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മറ്റു ജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുക? നമുക്ക് യുക്തിയുണ്ട്, നമുക്ക് തലച്ചോറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഓരോരുത്തരും, ഇപ്പം ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു PhD സ്കോളർ, എക്കണോമിക്സിൽ തന്നെ ഒരു PhD സ്കോളറിന് എക്കണോമിക്സിനെ പറ്റിയുള്ള ധാരണയായിരിക്കില്ല ചിലപ്പോൾ ഒരു 5ാം ക്ലാസ്സുകാരന് ഉണ്ടാവുക. അവരുടെ എൻ ഗോൾസ് വ്യത്യാസമായിരിക്കും, അവരുടെ ലോകത്തെ പറ്റിയുള്ള അറിവ് വ്യത്യാസമായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും ഹ്യൂമൻസ് തന്നെയാണ്. അവരുടെ ആക്ഷൻസ് നമ്മളെല്ലാം ഒരേപോലെയാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ തലച്ചോറിന് തലച്ചോറ്, അതായത് നമ്മൾ സാധാരണ ഹ്യൂമൻ എന്ന് പറയുന്ന തലച്ചോറിനെ നമ്മൾ കരുതുന്ന പാരാമീറ്ററുകൾക്ക് താഴെയുള്ള മനുഷ്യനെയോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻ, ഗോഡ്, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ ഒരു ആനിമൽ, ഇവരൊന്നും അതിനകത്ത് നമ്മൾ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, ഈ പറയുന്ന പോലെ കള്ളു കുടിക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ ദാറ്റ്സ് എ പർപ്പസ്ഫുൾ ആക്ഷൻ. അവൻ അതിനാണ് വാല്യൂ കൊടുക്കുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ ജോലി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്, അവന് വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം, ദാറ്റ്സ് ഓൾസോ പർപ്പസ്ഫുൾ ആക്ഷൻ. അതാണ് പറയുന്നത്. അപ്പം ഈവൻ ഇമോഷണൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇമോഷണൽ കാര്യങ്ങൾ അവൻ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നു എന്നേ ഉള്ളൂ.
അപ്പൊ അവൻ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. അതായത് കുറച്ചു നേരം ഇരുന്ന് യുക്തിപൂർവ്വം ആലോചിച്ച് ചെയ്യുന്നില്ല. പക്ഷെ അപ്പോഴും അവൻ ചെയ്യുന്നത് അവൻ വിചാരിക്കുകയാണ് ഇതാണ് അവനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളത് വിചാരിച്ച് അവൻ ചെയ്യുക. അപ്പൊ മീസസ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ഒരു വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വി ക്യാൻ ക്രിയേറ്റ് സൗണ്ട് എക്കണോമിക് തിയറീസ് ആൻഡ് ഇറ്റ് വർക്ക്സ്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത് പറയൂ രാകേഷ്. അത് ഓക്കെ. അഭിലാഷ് പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഇപ്പൊ നമ്മള് ഞാൻ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് ബിഹേവിയറൽ എക്കണോമിക്സ് വായിക്കുമ്പോൾ അതും ഒരു ഭാഗം തന്നെയാണ്, വളരെ കുറച്ച് ന്യൂ ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഡാനിയൽ എലിയുടെ ആയാലും അല്ലെങ്കിൽ ഡാനിയൽ കാനിമാന്റെ ഒക്കെ ആയാലും അവരുടെ ഒക്കെ വർക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോ ഫ്രെയിമിംഗ് എഫക്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഇപ്പൊ നമ്മള് ഒരേ കാര്യം അതിന്റെ വാക്കുകൾ വേറൊരു രീതിയിലാക്കിയ ചോദിക്കുകയാണെങ്കിൽ അതായത് ഒരു വിഷയത്തെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നു, അതേ കാര്യം തന്നെ കുറച്ച് വാക്കുകൾ തിരിച്ച് മറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ടിനും തരുന്ന ഉത്തരങ്ങൾ മനുഷ്യൻ ഡിഫറെന്റ് ആയിട്ട് പറയുന്നതായിട്ടാണ് ഇവരുടെ ആ ഒരു ഇത് ഇഷ്ടംപോലെ ഈ കോഗ്നിറ്റീവ് ബയസിൽ സാധാരണയായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ അതായത് ഒരേ കാര്യത്തിന് രണ്ട് രീതി ചോദിച്ച ഒരേ കാര്യത്തിന് രണ്ട് റിസൾട്ട് ഉണ്ടാവുന്നിരിക്കെ അപ്പൊ ആ കോൺഷ്യസ് ആക്ഷൻ ആണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടായി പോയില്ലേ? അപ്പൊ അതെങ്ങനെ? കാരണം അവിടെ ഇപ്പൊ ഒരേ കാര്യം തന്നെ രണ്ട് തവണ പറയുമ്പോ ആ എൻ ഗോൾസിനെ പറ്റിയിട്ട് അയാൾ നടത്തുന്ന വാല്യുവേഷൻ രണ്ടിടത്തും വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇപ്പം ഉദാഹരണമായിട്ട് എനിക്ക് ഒരു ഉദാഹരണം പെട്ടെന്ന് കിട്ടുന്നില്ല. ഇപ്പം രാകേഷ് പറഞ്ഞ എക്സാമ്പിളില് ഇപ്പൊ ആദ്യം ഒരു രീതിയിൽ പറയുമ്പോൾ അയാൾ ആ കാര്യത്തെ കാണുന്ന രീതിയിലായിരിക്കില്ല രണ്ടാമത് ആ കാര്യത്തിന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് മാംഗോസ് ആണെന്ന് വിചാരിക്കുക അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അതിനെ പറ്റിയിട്ടുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം പറയുമ്പോൾ അയാൾ വിചാരിക്കുന്ന ആ എൻഗോളുകൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല രണ്ടാമത് ആ മാംഗോസിനെ അയാൾ കാണുന്നത്. അപ്പൊ അയാളുടെ തീരുമാനങ്ങളിലെ വ്യത്യാസം വരും. പക്ഷെ എന്നിരുന്നാലും അയാൾ എപ്പോഴും രണ്ട് തവണ അയാൾ ചെയ്യുന്നത് അയാൾ എന്താണോ അയാൾക്ക് സംതൃപ്തി നൽകുന്നത് വിചാരിക്കുന്നത് ആ കാര്യമായിരിക്കും അയാൾ ചെയ്യുക. നമുക്ക് പറയാം അയാൾ കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് പറയാം. സോ അത് ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. നമ്മളിപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കി ഇപ്പം പറയാം ഓക്കെ അയാൾ ചെയ്ത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഹ്യൂമൻ ആക്ഷൻ ഇസ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞു. അപ്പൊ അത് തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കാൻ ശ്രമിച്ചാലും ദാറ്റ്സ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ ഫ്രം അവർ സൈഡ്. അതാണ് ഞാൻ അതിനകത്ത് എഴുതിയത്. ഇപ്പൊ പ്രവീൺ പറയാണ് ഹ്യൂമൻ ആക്ഷൻ ഇസ് നോട്ട് പർപ്പസ്ഫുൾ എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു സെക്കൻഡ് അതിനു മുമ്പ് ഓക്കെ, ഇത് സംസാരിച്ചിട്ട് മറ്റേ നേരത്തെ പറഞ്ഞ പോയിന്റ്സിലേക്ക് പോയാൽ മതിയോ അതോ ഓക്കെ വാട്ട് ഓവർ ഈ ഹ്യൂമൻ ആക്ഷൻ സംസാരിച്ചിട്ട് നമുക്ക് ഹ്യൂമൻ ആക്ഷനിൽ തന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം അപ്പൊ ഇതിനകത്ത് ബേസിക്കലി അഭിലാഷ് പറയുന്നത് ഞാനിപ്പം എതിർക്കാൻ വേണ്ടി അഭിലാഷ് പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടി ഞാനൊരു ആക്ഷൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾസോ പർപ്പസ്ഫുൾ ബിഹേവിയർ. ഇവിടെ എനിക്ക് തർക്കമില്ല. അവിടെ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല് ഇതൊരു യൂണിവേഴ്സൽ തിയറി. കാരണം ഇത് കോണ്ടെക്സ്റ്റിലാണ്, ഇതൊരു എക്കണോമിക്കൽ കോണ്ടെക്സ്റ്റിലും. അല്ലല്ലോ പ്രവീൺ, ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാം. സോറി, അത് യൂണിവേഴ്സലാണെന്ന് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രവീണിന്റെ കാര്യത്തിലും രാകേഷിന്റെ കാര്യത്തിലും അമേരിക്കയിലുള്ള ഒരാളുടെ കാര്യത്തിലും 15-ാം നൂറ്റാണ്ടിലും 24-ാം നൂറ്റാണ്ടിലും എല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ബിക്കംസ് യൂണിവേഴ്സൽ, റൈറ്റ്? അതല്ല യൂണിവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയം ഒരേ കാര്യം ഒരേപോലെ സംഭവിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു യൂണിവേഴ്സൽ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ആ തിയറി ഒരേപോലെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കോൺഷ്യസ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ മേസസിനെ അല്ല അവിടെ ഡിനൈ ചെയ്യുന്നത്, അല്ല മേസസിനോടല്ല എൻ്റെ ഡിസഗ്രിമെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇത് യൂണിവേഴ്സൽ തിയറിയാണ്, ഇതെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിനെയാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ അല്ല ചെയ്യുന്നത് എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ബയോളജിക്കൽ ആൻഡ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ബയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ എല്ലാ ആക്ഷൻസും കോൺഷ്യസ്ലി പർപ്പസ്ഫുൾ അല്ല. മെനി ബിഹേവിയേഴ്സ് ആർ ഇൻസ്റ്റിങ്ക്റ്റീവ് ഓർ റിഫ്ലെക്സീവ്. അതായത് നമ്മുടെ എവല്യൂഷണറി അഡാപ്റ്റേഷന് കോൺഷ്യസ് ഗോൾസിനെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇപ്പോൾ ഏറ്റവും പുതിയ ന്യൂറോ സയൻസ് പഠനങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ നടക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ ബലത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ പറഞ്ഞ മദ്യപിച്ചു എന്ന് ഒരാളെ പറയുമ്പോൾ അല്ലെങ്കിൽ അയാളെ പരിശോധിക്കും. ഇവിടെയാണ് ഡേറ്റയുടെ വില. അയാളുടെ മദ്യത്തിന്റെ അളവ്
ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾ മദ്യപിച്ചു എന്ന് മനസ്സിലാവുന്നത്. അല്ലാത്ത ഒരാൾ ഞാൻ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പുറത്താരോടും പറയുന്നില്ല. ഞാനൊരു ആക്ഷൻ ചെയ്യാണ്. ഹൗ യു ഇവാലുവേറ്റ് ഇറ്റ്? നിങ്ങൾക്ക് അറിയത്തില്ല അത് മദ്യപിച്ചിട്ട് അടുത്താണോ മദ്യപിക്കാതെ എടുത്ത തീരുമാനമാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എൻ്റെ തീരുമാനം, ഞാൻ എടുത്ത ആക്ഷൻ ഒരു കോൺഷ്യസ് തീരുമാനമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഇതിന് യൂണിവേഴ്സാലിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ഒരു സെക്കൻഡ് ആ പോയിന്റ് ഒന്ന് അല്ല സോറി, ഞാൻ ആ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം എന്താ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് രണ്ടാമത് ഇതിനെപ്പറ്റി എഴുതിയപ്പോഴും ഞാൻ ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. പ്രവീൺ അത് വായിച്ചില്ലാത്തത് കൊണ്ടാണ് വീണ്ടും പ്രവീൺ ആ പോയിന്റ് ഉന്നയിക്കുന്നത്. കാരണം മീസസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ റിഫ്ലെക്സീവ് ആക്ഷൻ, നമ്മുടെ ഇൻസ്റ്റിങ് കാര്യങ്ങളൊക്കെ, ഈ റിഫ്ലെക്സീവ് ആക്ഷനും ഈ ജൈവ പ്രവൃത്തികളും എല്ലാം അത് പർപ്പസ്ഫുൾ ആക്ഷൻ അല്ലാത്ത ആക്ഷൻ കാറ്റഗറി ആയിട്ട് തന്നെ മീസസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പർപ്പസ്ഫുൾ ബിഹേവിയറിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ ശരീരത്തിൽ അത് കോണ്ടെക്സ്റ്റിൽ അല്ലല്ലോ, അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ സംസാരിക്കുന്നത് കോൺഷ്യസ് ആക്ഷൻ ഈസ് പർപ്പസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോൺഷ്യസ് ആക്ഷൻ എന്താന്ന് പറയുകയും അത് പർപ്പസ്ഫുൾ ആണെന്ന് പറയുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സൽ തന്നെയാണ്. കോണ്ടെക്സ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ്? അതാണ് അഭിലാഷ് ആ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തു. ബിക്കോസ് ഹി ഓൾറെഡി സെറ്റ് ദ കോണ്ടെക്സ്റ്റ്. എന്താണ് കോൺഷ്യസ് ആക്ഷൻ? ഇറ്റ്സ് നോട്ട് കോണ്ടെക്സ്റ്റ്. ഇത് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് ആക്ഷൻ. കോൺഷ്യസ് ആക്ഷൻ ഇസ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നാണ് പറയുന്നത്. അവിടെ എല്ലാ മനുഷ്യർക്കും കോൺഷ്യസ് ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ തന്നെയാണ്. ഇപ്പൊ എനിക്ക് രണ്ടുപേരുടെയും ഭാഗം മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോ അത് കേൾക്കുന്നവരാണ് അത് കുറച്ചും കൂടെ ചിന്തിക്കേണ്ടതുള്ളത്. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. എനിക്ക് ഒരു സംശയം, യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞതിനകത്ത് ഒരു പ്രോബ്ലം അല്ല. അതായത് ഈ എന്തെങ്കിലും യൂണിവേഴ്സൽ ആണെന്ന് പറയുന്നതിന് നമുക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മാർക്സിസം അല്ലെങ്കിൽ മാർക്സിന്റെ ആ ഒരു എക്കണോമിക് തിയറീസിനെ നമ്മൾ എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരു യൂണിവേഴ്സാലിറ്റിയുടെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതായത് അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് മാർക്സ് കണ്ടത്? ആക്സിയംസ് ടു ഫിനോമിനൻ, അല്ലെങ്കിൽ പ്രമാണത്തിൽ നിന്ന് പ്രതിഭാസത്തിലേക്ക് പോകും. അതായത് പുള്ളി ഓൾറെഡി ഒരു തിയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ലോകം പ്രവർത്തിക്കുന്നു പുള്ളി വിചാരിക്കുന്നു. അപ്പോ ഇപ്പോൾ ഉള്ള നമ്മളിപ്പോ കാണുന്ന മാർക്സിസ്റ്റുകളെല്ലാം എന്താണ്, ആ ഒരു ലോകവീക്ഷണത്തിലൂടെയാണ് എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ മുതലാളി തൊഴിലാളി. പക്ഷെ ഇത് അങ്ങനെയല്ല രാകേഷ്, എനിക്ക് മനസ്സിലായി രാകേഷ്. സോറി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കത് ക്ലിയർ ചെയ്യണം. സോറി, ഞാനത് ഇടപെടുകയാണ്. കാരണം രാകേഷ് പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായി. നമ്മൾ എപ്പോഴും ഒരു തിയറി ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം അതിനകത്തേക്ക് കൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടി നമ്മൾ മാർക്സിസ്റ്റുകളിൽ കാണുകയും നമ്മൾ അതിനെ വിമർശിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ലോജിക്കലി ഡിഡ്യൂസ് ചെയ്തിട്ട് ഒരു സാധനം ഹ്യൂമൺ ആക്ഷൻ ഈസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിനെ തകർക്കാൻ പറ്റും. Somebody has to prove that human action is not a conscious human action is not a purposeful behavior എന്ന് കാണിച്ചാൽ മാത്രം മതി. മാർക്സിന്റെ കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ. വേറൊരു കാരണം കൂടെ ഉണ്ട് അഭിലാഷ്, അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം മാർക്സിന്റെ തിയറി പൊളിഞ്ഞു, തെളിവുകൾ അതിനെതിരാണ്. ലോകമെമ്പാടും അത് കാരണം എവിടൊക്കെ ആ തിയറി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചോ അവിടെ എല്ലാം കഷ്ടപ്പാടും ദുരിതങ്ങളും പട്ടിണിയും മരണവും മാത്രമേ. അല്ല, ഞാൻ പറയട്ടെ, ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ തിയറിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ മാർക്സിന്റെ കാര്യം പറയുന്നു, ഈ മീസസിന്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് തുടങ്ങുന്ന ഈ ഒരു ആക്സിയത്തിൽ നിന്നാണ് ലോകം മുഴുവൻ സോഷ്യലിസം അതിന്റെ എല്ലാവിധ പ്രബലമായിട്ട് നിലനിന്ന സമയത്തേക്ക്, ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന നിയോ ലിബറൽ പോളിസീസോ ക്യാപിറ്റലിസത്തിന്റെ തിരിച്ചുവരവോ ഒന്നുമില്ല. ലോകം മുഴുവൻ നിന്ന സമയത്തും മാർക്സിസം നിലനിന്ന സമയത്തും ഈ ഹ്യൂമൻ ആക്ഷൻ നിന്ന് തുടങ്ങിയിട്ടാണ് മീസസ് അത് വെച്ചിട്ട് മാർക്സിസത്തിനെതിരെ പോരാടുന്നത്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും ബേസ് ചെയ്ത് നമ്മൾ ഒരു ആക്ഷൻ ആക്സിയം ഉണ്ട്, അതുകൊണ്ട് അതിന്റെ യൂണിവേഴ്സാലിറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ മാർക്സിന്റെ ഉദാഹരണം അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന്റെ ഓരോ അടുത്ത സ്റ്റെപ്പ് ലോജിക്കലി നമുക്ക് ഡിഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡേറ്റയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എപ്രിയോരി സിദ്ധാന്തം നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പുറത്ത് നമ്മൾ അടുത്തത് ബിൽഡ് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് എക്കണോമിക്സ് തിയറീസ് ഉണ്ടാകുന്നതും അതുവഴി നമ്മൾ ശരിയാക്കുന്നു. എന്റെ പോയിന്റ് മുഴുവൻ പറഞ്ഞില്ല. അതായത് ഇപ്പം ഈ പിന്നെ അഭിലാഷിന്റെ പോസ്റ്റിനകത്ത് അഭിലാഷ് എഴുതിയിരുന്നു ഈ റിഫ്ലക്സസിനെ കുറിച്ചൊക്കെ എന്നാണ്. അത് അതിനെല്ലാം പുള്ളി കാറ്റഗറൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്, ആക്ഷൻ കോൺഷ്യസിൽ നിന്ന് മാറ്റി വെച്ചു. അപ്പൊ ഞാൻ പറയും, ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരാൾ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. അതായത് കുറെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ ഓരോ സംഭവങ്ങൾക്ക്, ഓരോ സ്റ്റേറ്റ്മെന്റുകൾക്കും
ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തെടുക്കണം. ആ അല്ല കോണ്ടെക്സ്റ്റിനകത്ത് അല്ല ആ വാദമൊക്കെ എനിക്ക് ശരിയായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അയാളുടെ നോ ദാറ്റ്സ് നോട്ട് റൈറ്റ് പ്രവീൺ. അയാൾ അങ്ങനെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യല്ല അത്. അല്ല അത് കറക്റ്റ് അല്ല. ഞാനത് പറഞ്ഞത് ഞാനത് പറഞ്ഞു തീർന്നിട്ട് അഭിലാഷ് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം മുഴുവൻ പറയട്ടെ. ഓക്കെ, നമ്മളൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോണ്ടെക്സ്റ്റിനകത്ത് കോൺഷ്യസ് അഡ്ജസ്റ്റ്മെന്റ്, അതായത് മനുഷ്യൻ ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടെന്നും അതൊരു പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്നും അവിടെ അവന്റെ വിൽ ആണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് പുട്ട് ചെയ്യുന്നതെന്നും അതുപോലെ അതിന് എൻസും അതുപോലെ ഗോൾസും ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി വെക്കുന്നത്. ഇതൊരു കോണ്ടെക്സ്റ്റുവൽ ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കോണ്ടെക്സ്റ്റുവൽ ആണെന്ന് പറയുമ്പോൾ അഭിലാഷ് എതിർത്തു, പക്ഷേ അത് കോണ്ടെക്സ്റ്റുവൽ ആണ്. കാരണം അതുകൊണ്ടാണ് അത് യൂണിവേഴ്സൽ അല്ല എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സ്, യു കനോട്ട് സേ ദാറ്റ് സംബഡി ഈസ് ഡൂയിങ് ഇറ്റ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. നിങ്ങൾക്ക് അങ്ങനെ ക്ലാസിഫൈ, നിങ്ങളുടെ ഒരു തിയറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയാണ് അവൻ അൺകോൺഷ്യസ് ആണ് അല്ലെങ്കിൽ കോൺഷ്യസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് മനുഷ്യൻ കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അത് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന മനുഷ്യനും അൺകോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഇത് ലീഗൽ എത്തിക്കൽ പ്രശ്നങ്ങൾക്കെല്ലാം കോടതി എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ ചാടുന്നു, നിങ്ങൾക്ക് അയാളെ കൊല്ലണം എന്ന ഇന്റൻഷനോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗോളോ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് അങ്ങനെയാണെങ്കിൽ പ്രവീൺ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാനൊരു ചോദിച്ചോട്ടെ, പ്രവീൺ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു എക്സാമ്പിൾ പറയാമോ? ഞാൻ പൂർണ്ണമായിട്ട് വരട്ടെ, ഞാൻ പൂർത്തീകരിച്ച് വരട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനകത്ത് എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് വരുമ്പോൾ കോർട്ടിൽ വന്നു കഴിയുമ്പോൾ അതിനെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ് പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലാണ് കേസ് എടുക്കുന്നത്. ഇനി അവിടെ ഗവൺമെന്റ് നോക്കും, അല്ലാതെ കോടതി നോക്കും എന്താണ് ഇയാള് ആ വഴിയിൽ അനുവദിച്ചിരുന്നതിലും കൂടുതൽ വേഗത്തിലാണോ പോയിരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു പണിഷ്മെന്റിന് സാധ്യതയുണ്ട്. അതല്ല, നോർമൽ വേഗതയിൽ തന്നെയായിരുന്നു അവിടെ നിശ്ചയിച്ചിരുന്ന ഇതിനായിരുന്നു പോയത്. പിന്നെ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ആണോ മറ്റെന്തെങ്കിലും ഡ്രഗ്സ് ആയിരുന്നോ, ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഈ കോൺഷ്യസ് ആക്ഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് അതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു പർപ്പസ്ഫുൾ ബിഹേവിയർ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് മദ്യപിച്ചിട്ട് എടുക്കുന്നത്. ഞാനിപ്പം അഭിലാഷ് ഉദാഹരണം ചോദിച്ചുകൊണ്ടാണ്. മദ്യപിച്ചു എന്നൊരാള് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് അയാൾ മദ്യപിച്ചു എന്ന്? മദ്യത്തിന്റെ ഇൻഫ്ലുവൻസിലാണ് അയാൾ ആ ആക്ഷൻ എടുത്തത് എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ബിക്കോസ് ദർ ഈസ് നോ മെക്കാനിസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവ്യദൃഷ്ടിയോ ഒന്നും ഇല്ല. ഒരാൾ എടുക്കുന്ന ഒരു ആക്ഷൻ അയാൾ കോൺഷ്യസ് ആയിട്ടാണോ എടുത്തത് അൺകോൺഷ്യസ് ആയിട്ടാണോ എടുത്തത്. അപ്പൊ നമ്മൾ പറയുകയാണ് കോൺഷ്യസ് ആയിട്ട്. അതുകൊണ്ടാണ് മേസസ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാണിത് തെറ്റിദ്ധരിച്ച് പറയുന്നത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. മേസസ് അത് കറക്റ്റ്. ഇപ്പൊ മേസസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മീസസിന്റെ സ്റ്റേറ്റ്മെന്റ് വിടൂ. പ്രവീൺ പറയൂ. കോൺഷ്യസ് ആയിട്ട് പ്രവീൺ എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പർപ്പസ്ഫുൾ അല്ലാതെ ഇരുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ പ്രവീൺ പറയൂ. അഭിലാഷിന് ഇപ്പോഴും വരും മനസ്സിലായില്ല. കോൺഷ്യസ് ആയിട്ട് അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. പ്രവീൺ പറയൂ. ഇല്ല, ഞാൻ അതിലേക്ക് വരാം. പ്രവീൺ പറയൂ. പ്രവീൺ കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പർപ്പസ്ഫുൾ അല്ലാതിരിക്കുന്ന അല്ല, അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത്. കോൺഷ്യസ് ആയിട്ട് ഒരാൾ ഐ തിങ്ക് യു നീഡ് ടു ലിസൺ വൺസ് അഗൈൻ. കോൺഷ്യസ് ആയിട്ട് ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ എനിക്ക് മനസ്സിലായി. കോൺഷ്യസ് അല്ലാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഐ തിങ്ക് ഓക്കെ, കേൾക്കാം. ഓക്കെ. കോൺഷ്യസ് ആയിട്ട് ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. എന്തൊക്കെയാണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. അൺകോൺഷ്യസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനം പർപ്പസ്ഫുൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പർപ്പസ്ഫുൾ അല്ലാത്തവരെന്നും കാണിച്ചാൽ മാത്രം മതി. അങ്ങനെ പ്രവീണിന്റെ ജീവിതത്തില് ഇത് പ്രശ്നം അഭിലാഷിന് എപ്പോഴും ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. പ്രവീൺ, അതായത് പ്രവീൺ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാണ്, അതാണെന്ന് പറയണം. അതായത് പ്രവീൺ പറയുന്നത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനം പർപ്പസ്ഫുൾ, അതിന്റെ കാര്യത്തിൽ പ്രവീണിന് തർക്കമില്ല. പക്ഷേ പലപ്പോഴും കോൺഷ്യസ് ആയിട്ട് എടുത്തെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അൺകോൺഷ്യസ് ആയിരിക്കും എന്നാണ് പ്രവീൺ പറയുന്നത്. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ പ്രവീൺ മീസസിന്റെ ആക്സിയം സിദ്ധാന്തം അംഗീകരിക്കുന്നതല്ലേ അർത്ഥം? കോൺഷ്യസ് ആക്ഷൻ ഈസ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നല്ലേ മീസസ് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മീസസിന്റെ ആക്ഷൻ സിദ്ധാന്തത്തിന് എതിരെ അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കോണ്ടെക്സ്റ്റൽ ആണെന്ന്. ആ കോണ്ടെക്സ്റ്റിലാണ് പുള്ളി ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ എടുത്ത്
യൂണിവേഴ്സൽ തിയറി ആണെന്നും പറഞ്ഞ് കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് അവിടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും പർപ്പസ്ഫുൾ ബിഹേവിയർ ആണ് എടുക്കുന്നത്. നമ്മൾ അതിനെ യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നു, എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നു എന്നുള്ളതല്ലേ യൂണിവേഴ്സാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതാണ് അത് തന്നെ അല്ലേ? പക്ഷേ അപ്പൊ നമ്മൾ അവിടത്തേക്ക് വീണ്ടും അൺകോൺഷ്യസ് കൊണ്ടുവരണ്ടല്ലോ. കോൺഷ്യസ് ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആക്ഷൻ പർപ്പസ്ഫുൾ ബിഹേവിയർ അല്ലാന്ന് തെളിയിച്ചാൽ മാത്രം മതി അതിന്റെ യൂണിവേഴ്സാലിറ്റി. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മനുഷ്യർ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെ മനുഷ്യർ അങ്ങനെയല്ല ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഞാൻ സിവിലൈസ്ഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുന്ന ഹോമോസാപ്പിയൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അവരെടുക്കുന്നത്, കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തകർക്കാൻ നോക്കിയാൽ മതി. പക്ഷെ അങ്ങനെ ഒരാൾ തകർക്കാൻ നോക്കുമ്പോൾ ആ ആക്സിയം സിദ്ധാന്തത്തെ ഒരാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതും ഒരു പർപ്പസ്ഫുൾ ആക്ഷൻ ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രവീൺ സമ്മതിക്കുന്നു കോൺഷ്യസ് ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്ന് സമ്മതിക്കുന്നു പറയുമ്പോൾ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുന്ന സംഭവം ആക്സിയം പ്രവീൺ സമ്മതിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇത്രയും കാര്യം പ്രവീൺ ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ വീട്ടിൽ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പ്രവീൺ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. പ്രവീൺ അങ്ങനെയല്ല പറഞ്ഞേ. പ്രവീൺ ആ പോസ്റ്റിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയല്ല. പ്രവീൺ അവിടത്തേക്ക് ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. കോൺഷ്യസ് ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നുള്ള കാര്യം പ്രവീൺ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ തർക്കമൊന്നും കാര്യമില്ല. പക്ഷെ പ്രവീൺ അതിന്റെ യൂണിവേഴ്സാലിറ്റീസ് ചോദ്യം ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. അതിന്റെ യൂണിവേഴ്സാലിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. കാരണം എല്ലാ മനുഷ്യരും കോൺഷ്യസ് ആയിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. അല്ല അങ്ങനെയല്ല, എല്ലാ മനുഷ്യരും കോൺഷ്യസ് ആയിട്ടാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് എല്ലാ മനുഷ്യരും എടുക്കുന്ന കാര്യങ്ങൾ പർപ്പസ്ഫുള്ളും അതേപോലെ തന്നെ കോൺഷ്യസും ആയിട്ട്, അതായത് എല്ലാ മനുഷ്യന്റെ ആക്ഷനും പർപ്പസ്ഫുള്ളും കോൺഷ്യസും ആണ് എന്ന് ഇതൊരു യൂണിവേഴ്സൽ തിയറി ആണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ എതിർത്തത്. അങ്ങനെയല്ല, മനുഷ്യർ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും നമുക്ക് ഒന്നാമത്തെ കാര്യം കോൺഷ്യസ് ആയിട്ടാണോ അൺകോൺഷ്യസ് ആയിട്ടാണോ ഒരാൾ ഒരു കാര്യം ചെയ്തതെന്ന് എങ്ങനെ ഹൗ യു ഐഡന്റിഫൈ ഇറ്റ്? നിങ്ങൾ എങ്ങനെ കോൺഷ്യസ്നെസ് ഒരു മനുഷ്യൻ എന്ന രീതി ഒരു മനുഷ്യനെ എങ്ങനെയാണ് പ്രവീൺ ഡിഫൈൻ ചെയ്യാം? മനുഷ്യനെ ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രോമസോംസ് എടുത്ത് നമുക്ക് ക്രോമസോം നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ക്രോമസോംസ് എടുത്ത് ഡിഫൈൻ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളുമായിട്ട് മനുഷ്യനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇതിന്റെ യുക്തി ഉപയോഗിക്കാനുള്ള കഴിവാണ്. ആ യുക്തി അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഷ്യസ്നെസ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ യുക്തിക്കകത്ത് തന്നെ ഒരുപാട് ഗ്രേഡ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തോ, മറ്റു മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു കഴിവാണല്ലോ. അതുകൊണ്ട് എല്ലാവരും കോൺഷ്യസിലാണോ അൺകോൺഷ്യസിലാണോ തീരുമാനം എടുത്തത് എങ്ങനെ? അതാണ് പറഞ്ഞത്. കോൺഷ്യസ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യങ്ങള് കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ തന്നെ അന്തർലീനം. നമ്മൾ വീണ്ടും തിരിച്ച് അവിടത്തേക്ക് തന്നെ പോവാണ്. ഈ അൺകോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ സ്റ്റിമുലസും നമ്മുടെ ആ റിഫ്ലക്റ്റീവ് ആക്ഷൻസും റിഫ്ലക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അത് മൃഗങ്ങളും ചെയ്യുന്ന കാര്യമല്ലേ. ഇവിടെ ഞാനത് സിമ്പിൾ ആക്കി തരാം. അഭിലാഷ് പറയാണ് ആരോഗ്യമുള്ള ഇത്ര കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത്ര സാധനം വെയിറ്റ് എടുക്കാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്. സോ നിങ്ങൾ ആദ്യമേ ആ സ്റ്റേറ്റ്മെന്റ് ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യും. ഇത്ര കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഇത്ര കിലോ വെയിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ വെയിറ്റ് എടുക്കാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും ഈ വെയിറ്റ് ആണെന്നും എല്ലാ മനുഷ്യരും ഇതേ വെയിറ്റ് എടുക്കും എന്ന് പറയുന്നിടത്താണ് തർക്കം. എന്റെ തർക്കം അത് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. കാരണം കോൺഷ്യസ് ആയിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. മനുഷ്യരെല്ലാരും കോൺഷ്യസ് ആയിട്ട് തീരുമാനം എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അൺകോൺഷ്യസ് ആയിട്ടും തീരുമാനം എടുക്കും എന്ന് അഭിലാഷ് അംഗീകരിക്കുന്നുണ്ടോ? അൺകോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ തന്നെ കോൺഷ്യസ് തീരുമാനങ്ങൾ എടുക്കില്ലേ? അങ്ങനെ ഒരാളെ മാത്രമേ നമ്മൾ മനുഷ്യനായിട്ട് പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന മനുഷ്യൻ രണ്ട് തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ട്. മനുഷ്യന് കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ട്, അൺകോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ട്. ദ കോൺഷ്യസ് ആക്ഷൻ ഇസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നുള്ള സാധനം യൂണിവേഴ്സാലിറ്റി തന്നെയാണ് അവിടെ ഉള്ളത്. അതിനകത്ത് യൂണിവേഴ്സാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്റെ പോയിന്റ് ശരിയാണെന്ന് സമർത്ഥിക്കാനാണ്. പ്രവീൺ അവിടെ നിന്ന് സമർത്ഥിക്കുന്നത് പ്രവീണിന്റെ പോയിന്റ് സമർത്ഥിക്കാനാണ്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഈ പോയിന്റ് പറഞ്ഞില്ലേ. ഇപ്പൊ രാകേഷ്
അഭിലാഷ് ഇതൊരു ആ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ്. ബിക്കോസ് നമ്മൾ രണ്ടുപേരും See, തീരുമാനിച്ചുറപ്പിച്ച് അതെ ഒരു അതാ ഞാൻ ചർച്ചയിൽ പറഞ്ഞ വന്നിരിക്കുകയാണ്. ദാറ്റ്സ് ദ അതേപോലെ യൂണിവേഴ്സാലിറ്റി. അല്ല എല്ലാ വി മനുഷ്യരും, വി അതേപോലെ അല്ലാന്ന് എല്ലാ മനുഷ്യരും. ബോത്ത് ഡു എ പർപ്പസ്ഫുൾ തിങ്. എടോ അത് നമ്മൾ ആരാണ് രണ്ടുപേരും ഇപ്പൊ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഒരാള് ഓക്കെ, നമ്മൾ രാകേഷ് അവിടെ നിന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു മോഡറേറ്റ് ചെയ്യുന്നു, കാര്യത്തില് പ്രവീൺ സംസാരിക്കുന്നു, ഞാൻ അതിന്റെ എതിർഭാഗം പറയുന്നു, നമ്മൾ നെറ്റ് വീണ്ടും ചെറുതായിട്ട് കട്ടായി. ഓക്കെ, കേൾക്കുന്നില്ലേ? നമുക്ക് ഇതിനകത്ത് ഞാൻ എന്റെ പോയിന്റ് ഒന്നുകൂടെ ഹലോ, സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ച് മനുഷ്യർ കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് ഇല്ല, പറഞ്ഞാൽ നമ്മളിപ്പോ പ്രവീൺ സോറി, ഞാനിതൊന്ന് പറഞ്ഞ് നിർത്തുവാണ്. അത് കഴിഞ്ഞ് അഭിലാഷ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നമുക്കല്ല ഇതിങ്ങനെ സംസാരിച്ച് പോകത്തുള്ളൂ, മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു തീരുമാനത്തിലെത്തില്ല. അപ്പൊ ഞാനിത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് മനുഷ്യൻ കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ഡിസിഷൻ എടുക്കാറുണ്ട്. അൺകോൺഷ്യസ് ആയിട്ടാണോ കോൺഷ്യസ് ആയിട്ടാണോ ഒരു കാര്യം ഡിസൈഡ് ചെയ്തത് എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് മാനസിക രോഗിയാണെന്ന് സർട്ടിഫൈ ചെയ്ത ഒരാളെ, അല്ലെങ്കിൽ മദ്യലഹരിയിലാണെന്ന് തെളിഞ്ഞ ഒരാളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അയാൾ അൺകോൺഷ്യസ് ആയിരുന്നു എന്ന് പറയാം. അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഡിഫറൻസിയേഷൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്തത്, അൺകോൺഷ്യസ് ആയിട്ടാണോ ഒരു ആക്ഷൻ ചെയ്തതെന്ന് തിരിച്ചറിവില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അതൊരു യൂണിവേഴ്സൽ തിയറി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ എതിർക്കുന്നു. അത് കോണ്ടെക്സ്റ്റുവൽ ആണെങ്കിൽ ശരിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു കാര്യം നമ്മൾ കോൺഷ്യസ് ആയിട്ടാണോ നമ്മൾ ഈ ഒരു ഡിബേറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെ. അങ്ങനെ പല ആക്ഷൻസും മനുഷ്യൻ എടുക്കാറുണ്ട്. മനുഷ്യൻ അതേപോലെ അങ്ങനെ അല്ലാത്ത ആക്ഷൻസും എടുക്കാറുണ്ട്. ഇതാണ് എന്റെ പോയിന്റ്. ഇനി അതിനകത്ത് മനുഷ്യൻ കോൺഷ്യസ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, മനുഷ്യൻ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും അവന്റെ ഒരു ഇൻഡിവിജ്വൽ തീരുമാനം മാത്രമായിരിക്കില്ല. അവൻ ഒരുപാട് തരത്തിലുള്ള കൾച്ചറൽ, അതുപോലെ ഫെയ്ത്ത്, മറ്റു പല ആൾക്കാരും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് അവൻ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് അയാളുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷനാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ തിയറി. കോണ്ടെക്സ്റ്റുവലി ഐ അഗ്രി. അതായത് ഇപ്പോൾ ഈ ഒരു വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു, നമ്മൾ കോൺഷ്യസ്ലി നമ്മളെല്ലാവരും അഗ്രി ചെയ്തിട്ടാണ് ഇവിടെ ഡിബേറ്റിന് വന്നിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ ആണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വാദം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഞാൻ അതിന് ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ അടുത്തതിനകത്തേക്ക് പോവാം. ഞാൻ ജസ്റ്റ് അവസാനം പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് മാത്രം. പ്രവീൺ ലാസ്റ്റ് പറഞ്ഞതിനകത്തും പ്രവീൺ പറയുന്നത് മറ്റുള്ളവരുടെ ഇൻഫോർമേഷൻസ് നമ്മളെ സ്വാധീനിക്കാം, ആൾക്കാരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചായിരിക്കില്ല എന്നുള്ളത്. ദാറ്റ്സ് ഓൾസോ കോൺഷ്യസ് പർപ്പസ്ഫുൾ ആക്ഷൻ. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് that's a purposeful action. So that's why we are saying that we are not in the same page എന്ന് പറയാം. ഞാൻ പറയുന്നത് പ്രവീൺ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഹ്യൂമൻ ആക്ഷൻ എന്ന് പറഞ്ഞ ബുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീസസ് ഞാൻ പറയട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. പ്രവീൺ വീണ്ടും അത് കോൺഷ്യസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഒരു സാധനം പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞത്, എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രവീൺ ആണ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ട് പറഞ്ഞത് ദിസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീണ്ടും അത് പറ്റും, അതിനകത്ത് എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും പ്രവീൺ പറയുന്നത് ഒരാളുടെ ഡിസിഷൻസ്. ഞാൻ ഇടപെടുകയാണ്. കാരണം ഇത് നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളാണെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും 100% യോജിച്ചൊന്നും ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഡൈവേഴ്സിറ്റിയാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ നമുക്ക് ആ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ട ഒരു ഗ്രേ ഏരിയ എന്ന് പറയുന്നത് ഈ റെഗുലേഷൻസിനെ കുറിച്ചാണ്. അതായത് ഇപ്പൊ നമ്മൾ തത്വത്തിൽ നമ്മൾ പൊതുവെ റെഗുലേഷൻസിനെല്ലാം നമ്മളെ എതിർക്കുന്നു. പക്ഷെ അതും ചിലപ്പോഴും നമ്മൾ ആ എന്തുമാത്രം റെഗുലേഷൻ ആവാം, എങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തില് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പൊതുവിൽ നമ്മൾ ഒരു തമ്പ് റൂൾ എന്ന നിലയിൽ നമ്മൾ റെഗുലേഷൻസിനെതിരാണ്. അപ്പോ എത്രമാത്രം ഫ്രീ ആകണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഓരോ വിഷയത്തിനകത്തും എത്രമാത്രം ആകും. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബസ്സിന്റെ എല്ലാം പെയിന്റ് കളർ പെയിന്റ് മാറ്റിയിട്ട് വെള്ള പെയിന്റ് അടിക്കാൻ പറയുന്നു. അതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ച് കളർ പെയിന്റ് അടിക്കാമെന്ന് പറയുന്നു. ഇത് ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ഇത് നമ്മൾ നോൺസെൻസ് എന്ന് ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ അന്ന് ചില കാര്യങ്ങളിൽ മനുഷ്യനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് ചില
രീതിയിലുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻസോ റെഗുലേഷൻസോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ക്ലൈമറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിനകത്ത്, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഗവൺമെന്റ് അല്പം റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് കാലാകാലങ്ങളായി മോണിറ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഡേറ്റ എടുക്കാൻ നമുക്കത് ഈ ഔട്ട്കം കറക്റ്റ് ആവുമെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ എന്താണ് അഭിലാഷിന്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? ലൈക്ക് അത് അതിന് ഒരു യൂണിവേഴ്സാലിറ്റി പോലെ ഒരു സംഭവം ഉണ്ട്, ഹൗ മച്ച് ഫ്രീ ഇറ്റ് ക്യാൻ ബി എന്നുള്ളത്. ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രവീൺ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഓർത്തെടുക്കാം. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി. എന്നാലും അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഇതിനകത്തേക്ക് വരാം. പ്രവീൺ ആദ്യം പറഞ്ഞു നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളാണ്, നമ്മൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസിനെതിരെ നമ്മൾ സംസാരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കുന്നെങ്കിലും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിന് അനുകൂലമല്ല, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോകില്ല. എന്തായാലും ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ, ആൾക്കാർ അങ്ങനെ ഇടപെടുത്തും ഗവൺമെന്റിനെ. അപ്പൊ ഗവൺമെന്റ് ഇടപെടുന്നത് ഡേറ്റ നോക്കിയിട്ടായിരിക്കണം, അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത് എന്നൊക്കെ പ്രവീൺ പറഞ്ഞു. എനിക്ക് വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാര്യത്തിലുണ്ട്. അപ്പം അത് ഈ ഉത്തരവായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ ഞാൻ അത് ആദ്യം പറഞ്ഞുകൊണ്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സോഷ്യലിസത്തെ നമ്മൾ എതിർക്കുന്ന അതേ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റിസത്തെയും എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യലിസത്തെ എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും അവന് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നും അവന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവനാണെന്നുള്ള ധാർമ്മികമായിട്ടുള്ള തീരുമാനം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മറ്റൊരാൾ അവന് നേരെ ബലം പ്രയോഗിക്കരുതെന്നുള്ളത്. അത് ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാർ ബലം പ്രയോഗിച്ചാലും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ബ്യൂറോക്രസി ബലം പ്രയോഗിച്ചാലും എല്ലാം ബലപ്രയോഗം തന്നെയാണ്. ഓരോ മനുഷ്യനെ അവന്റെ ജീവിതത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിനെ വെച്ചിട്ട് നമ്മൾ എതിർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇടപെടുന്നതിനിടയ്ക്ക് അതിൽ ഒരു ക്ലാരിറ്റിയും കൂടെ വേണം. അതായത് ഇപ്പോ അങ്ങനെ പറയുമ്പോൾ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണോ? എങ്ങനെയാണ് അത്? ഒരു രാജ്യത്തിന് ഭരണം ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇത്തരത്തിൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സോറി, ഞാൻ അവിടത്തേക്ക് വരാം. നമ്മളിപ്പോ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗവൺമെന്റിന്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി എന്ന് ആദ്യം തീരുമാനിച്ചിരുന്നതെന്ന് ആലോചിക്കണം. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് ഗ്രാന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അത് നമ്മളുടെ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അല്ലാതെ എക്കണോമിയിൽ ഇന്റർവീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റം അല്ല ഗവൺമെന്റ്. അതുപോലെ തന്നെ പ്രവീൺ ആദ്യം പറഞ്ഞാണ് പണ്ട് മുതലേ മനുഷ്യനുള്ള കാലം മുതലേ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. ഇല്ല, ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് മറ്റു പല വ്യവസ്ഥകളാണ്. അതുപോലെ അതിനുശേഷം നമ്മൾ എൻലൈറ്റ്മെന്റിന്റെ കാലത്ത്, ജോൺ ലോക്കിന്റെ കാലത്ത് എന്താണെന്ന് ഗവൺമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന്. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് അവന് മറ്റുള്ളവർ അവന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലാണ് ഓരോ രാജ്യങ്ങളും ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗവൺമെന്റുകളെ ഈ മാർക്കറ്റ് ഗവൺമെന്റ് ഇടപെടാത്ത സമയത്ത് മാർക്കറ്റ് വലിയ രീതിയിൽ ഫെയിൽ ആയതിനു ശേഷം ഈ പറഞ്ഞ നേരത്തെ പ്രവീൺ പരിണാമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതുപോലെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗവൺമെന്റ് വന്ന് രക്ഷപ്പെടുത്തി. ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകളാണ് സത്യം പറഞ്ഞ സോഷ്യലിസ്റ്റുകൾ വിൽക്കുന്നതും നമ്മളെല്ലാവരും അത് പഠിച്ചു പോകുന്നത്. ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളത്. അപ്പൊ അല്ല, പ്രവീൺ പറഞ്ഞല്ലോ, പ്രവീൺ ഇത് ആദ്യം പറഞ്ഞ കാര്യമാണ്. ആർക്ക് വേണേലും പരിശോധിക്കാൻ. പ്രവീൺ പറഞ്ഞു പണ്ട് മുതലേ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ലല്ലോ സംഭവം. പ്രവീൺ ഉദ്ദേശിച്ചത് നമ്മൾ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഗവൺമെന്റ് എന്ന സിസ്റ്റം അല്ല, പണ്ട് മുതലേ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പൊ ഒരു ഗോത്ര മൂപ്പൻ, ഒരു അധികാര ഘടന. ഞാൻ ട്രൈബൽ മൊണാർക്കി ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഇന്ന് ഏറ്റവും ആധുനിക സിവിലൈസേഷൻ, ഇന്ന് ഡെമോക്രസി, കൂടുതൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ള ഒരു സംഭവത്തിലേക്ക് വന്നിരിക്കും. നേരത്തെ അതിനു മുമ്പുള്ള വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് യാതൊരു സ്റ്റേക്കും ഇല്ലായിരുന്നു. ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ആദ്യം മുതലേ ഒരു ഫ്രീ മാർക്കറ്റിസ്റ്റ് നിങ്ങൾ പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന്. സോറി, ഞാനത് ഒരു കാര്യം, അതായത് അങ്ങനെ ഇരിക്കട്ടെ. അതേസമയം ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ട്. അപ്പോ ഇനി ആ ഒരു പുതിയ വ്യവസ്ഥിതിയിലോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ആ ഒരു പ്രസക്തി, അതായത് ഈ ഒരു നമ്മൾ ഒരു അഭിലാഷിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഫ്രീ ആക്കാൻ പറ്റും? അപ്പോ അങ്ങനെ പരിമിതി ഉണ്ടെന്നും അപ്പോ ഈ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തെ കുറെ കൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പ്രവീൺ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അഭിലാഷ് പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അഭിലാഷ് പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റുകളെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് തരാൻ ഇതിനോ അങ്ങനെ ഒരു ഗവൺമെന്റിനെ നമ്മൾ ആരും ഉണ്ടാക്കിയിട്ടില്ല.
ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എവല്യൂഷന്റെ ഇല്ല നമ്മളെ അല്ല എവല്യൂഷന്റെ അത് ഭാഗമായിട്ട് പ്രവീൺ അത് മനസ്സിലാക്കാത്തുണ്ട്. അല്ല പറയട്ടെ, ഗവൺമെന്റുകൾ ഞാനൊന്ന് എന്ന് പറയട്ടെ. പറയുന്നതും അങ്ങനെ അല്ല പ്രവീൺ, ഞാൻ ഈ ഒരു പോയിന്റ് രാജ്യത്തും ഇല്ല, പ്രവീൺ ഒരു പ്രവീൺ രാജ്യത്തും ഞാൻ ഇല്ല. ഈ ജസ്റ്റ് ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം പ്രവീൺ അത് പറഞ്ഞു, ഞാനിതൊന്ന് പറഞ്ഞു ഓക്കെ ഈ ഓക്കെ ഒരു പോയിന്റ് പറയട്ടെ. ഓക്കെ, ഗവൺമെന്റ് എന്തായിരിക്കണം എന്ന് രാജേഷിന്റെ ചോദ്യത്തിലാണ് ഞാൻ അതിലേക്ക് വന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്, എക്കണോമിയിൽ ഇന്റർവീൻ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ എങ്ങനെയാണ് ഒരു സെക്യുലർ എന്ന് പറയുന്നത്, ഗവൺമെന്റ് മതത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഗവൺമെന്റ് എക്കണോമിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ. അതിന് ഞാൻ പറഞ്ഞ ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എക്കണോമിക് ഫ്രീഡം ഉള്ള സ്ഥലങ്ങളിലാണ് പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നു എന്നുള്ള സംഭവം മാറ്റി നിർത്തിയാൽ പോലും ധാർമ്മികമായിട്ട് ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ബിസിനസ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കാനോ അല്ല. ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പൊ പ്രവീൺ ആദ്യം പറഞ്ഞു, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴുള്ള വ്യവസ്ഥയെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ് കൂടുതൽ മെച്ചപ്പെട്ട ഡേറ്റ ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളത്. അവിടെയും എനിക്ക് ഫണ്ടമെന്റലി ആ കാര്യത്തിനോട് തന്നെ വിയോജിപ്പാണുള്ളത്. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നതും നമ്മളെ പോലുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതിനകത്ത് കാൽക്കുലേഷൻ പ്രോബ്ലം വരും. കാരണം ഇത്രയും വലിയൊരു ജനസമൂഹത്തിന്റെ ഓരോരുത്തരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ എന്താണോ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സെൻട്രലി അല്ലെങ്കിൽ ഈവൻ സെൻട്രലി എന്ന് പറഞ്ഞാൽ വലിയൊരു സെൻട്രൽ പ്ലാനിങ് ഉദ്ദേശിക്കേണ്ട, ഈവൻ ഒരു സ്റ്റേറ്റ് ലെവലിൽ പോലും ഒരുപാട് ആൾക്കാരുടെ തീരുമാനങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നോ അല്ലെങ്കിൽ എന്താണോ അവർക്ക് മുഴുവനും നല്ലതായി വരുന്നതെന്ന് തീരുമാനം എടുത്തോ ചെയ്യാൻ ഗവൺമെന്റിന് പറ്റില്ല. അതിനകത്ത് തന്നെ ബ്യൂറോക്രസിയുടെ ഇൻഎഫിഷ്യൻസീസ് വരും, കറപ്ഷൻസ് വരും, അതുപോലെ ഇവരുടെ പൊളിറ്റിക്കൽ ഇൻസെന്റീവ്സ് വരും. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റുകൾ ഒന്നും തന്നെ ഇങ്ങനെ ഡേറ്റ നോക്കിയിട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഉട്ടോപ്യൻ ചിന്താഗതി. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡേറ്റ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഗവൺമെന്റുകൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അത് പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളാണെങ്കിൽ അവർ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അവർ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ അല്ല എങ്കിൽ എല്ലാ നല്ല പോളിസീസിനെയും ഓപ്പോസിഷനിൽ ഇരിക്കുന്ന സോറി നെറ്റ് ഇടയ്ക്ക് പോയി. ഹലോ കേൾക്കാം പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവര് മെച്ചപ്പെട്ട ഡേറ്റ നോക്കിയിട്ടൊന്നും അവർ തീരുമാനം എടുക്കാൻ പോകുന്നുമില്ല. അവരെപ്പോഴും അവരുടെ അധികാരം എങ്ങനെ നിലനിർത്താമെന്നേ നോക്കുള്ളൂ. അവരുടെ പൊളിറ്റിക്കൽ ഇൻസെന്റീവ്സ് ഇസ് ഡിഫറെന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒരിക്കലും ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യത്തിലും പ്രവീണുമായിട്ട് നമ്മൾ പലപ്പോഴും തർക്കിച്ചിട്ടുള്ളതാണ്. സെൻട്രൽ പ്ലാനിങ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തുകൊണ്ടാണ് സോഷ്യലിസത്തെ എതിർക്കുന്നത്, അതേ കാര്യം തന്നെയാണ് ഇവിടെ. നമുക്ക് ഒരിക്കലും ഈ ഒരു എക്കണോമിക് കാൽക്കുലേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന സംഭവം നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണിത്. ഇപ്പൊ ഞാൻ എന്താണ് നാളെ കഴിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അത് ഞാൻ തീരുമാനമെടുക്കണം. പക്ഷെ ഈ നാട്ടുകാർ മുഴുവനും എന്താണ് നാളെയും അതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് ശേഷവും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ലോകത്തുള്ള എല്ലാ മറ്റ് പാരാമീറ്ററുകൾ, ഈവൻ ഇൻക്ലൂഡിങ് വെതർ, ക്ലൈമറ്റ്, മറ്റ് രാജ്യങ്ങളുടെ ആക്രമണം, അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, സ്വന്തം രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ടൂൾ ഉപയോഗിച്ചാലും നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ കളക്ട് ചെയ്താലും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ഇൻസെന്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് ആളുകളോട് സംസാരിക്കേണ്ടത്? ആളുകളോട് സംസാരിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം നമ്മൾ മറിച്ച് സംസാരിച്ചാലും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കാരണം നമ്മളാരും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ട് അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണോ സത്യമെന്ന് തോന്നുന്നത്, എന്താണ് കറക്റ്റ് ആണെന്ന് തോന്നുന്നത്, അത് ജനങ്ങളോട് പറയാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ക്യാപിറ്റലിസത്തിന് വേണ്ടി സംസാരിക്കുന്നവർ തന്നെ ഓക്കെ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത്? അത് ഉട്ടോപ്യൻ ആയതുകൊണ്ടൊന്നുമല്ല, അത് ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല, ഗവൺമെന്റിലുള്ളവർ സമ്മതിക്കുന്നില്ല റെഗുലേഷൻസ് കുറയ്ക്കാൻ. അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ചെയ്താലേ ശരിയാകുള്ളൂ എന്നുള്ള ഭാഗത്ത് നിൽക്കുകയാണോ വേണ്ടത്? അതോ നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോഴും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണോ ചെയ്യേണ്ടത്? പ്രവീൺ നേരത്തെ പറഞ്ഞത് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ആളുകളേക്ക് ഇപ്പൊ മനസ്സിലാവില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവരോട് പറയേണ്ട രീതി ഇങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പ്രവീൺ പറഞ്ഞത്. നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ് ഡേറ്റ വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. ഗവൺമെന്റ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, അവർക്കത് പോസിബിളും അല്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഫ്രീ മാർക്കറ്റിന് വേണ്ടിയിട്ട് വാദിക്കുക. നമ്മൾ പറയുന്നത് ഓരോ പ്രശ്നം വരുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് സൊല്യൂഷൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് അത് ചിന്തിക്കാം, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാം. ഇങ്ങനെ നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ബസ്സിന് പെയിന്റ് അടിക്കുന്ന കാര്യം മാത്രമല്ല, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം നടത്തിയ യോഗ ഡേ എന്നും പറഞ്ഞ് ഗവൺമെന്റ് നടത്തിയ കാര്യങ്ങൾ,
എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിർമ്മല ഇപ്പം എഫ് ഓപ്ഷൻസ് അവര് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെന്തിനാണ് അത് ചെയ്യുന്നത്? ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റിന് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനും അതിൻ്റെതായ അവരുടെ ഇൻസെന്റീവ്സ് കണ്ടെത്തുക, അതെന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ബോധവൽക്കരണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഓക്കെ ചെയ്യാൻ അഭിലാഷ്. ആരെങ്കിലും വേണ്ടേ? ഓക്കെ അഭിലാഷ്, അതായത് അഭിലാഷ് പറഞ്ഞത് മനസ്സിലായി. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത്. ഒരുവിധം ഇതേ കാര്യം തന്നെയാണ് പ്രവീണും പറയുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഒരു ചെറിയൊരു ഫൈൻ ലൈൻ മാത്രമേ ഉള്ളൂ, ഒരു നേർത്ത രേഖ മാത്രമേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവീൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഇതിനകത്ത്. അതായത് ഈ പറയുമ്പോൾ ഈ പ്രവീൺ, എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല നമ്മൾ എന്തെങ്കിലും തരത്തില് പ്രവീൺ സെൻട്രൽ പ്ലാനിങ്ങിനെ അനുകൂലിക്കുന്ന ആളാണെന്നോ ഗവൺമെന്റ് ബിസിനസ് സെൻട്രൽ പ്ലാനിങ് എന്നുള്ളതല്ല, സോറി, ഞാൻ പ്രവീൺ സെൻട്രൽ പ്ലാനിങ്ങിനെ അനുകൂലിക്കുന്ന ആളെന്നല്ല ഞാൻ പറഞ്ഞു. പ്രവീൺ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എടുത്തോളൂ. ഡേറ്റ ഉപയോഗിച്ച് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ള പോയിന്റ് തന്നെ എടുത്തോളൂ. അത്രയും മതി. സെൻട്രൽ പ്ലാനിങ്ങിലേക്ക് പോകണ്ട. നമുക്ക് ഡേറ്റ എടുത്ത് ഒരു എക്സ്പെർട്ടിന് നമ്മളുടെ ജീവിതം നിശ്ചയിക്കാൻ പറ്റും എന്നുള്ള പോയിന്റിനെ തന്നെയാണ് ഞാൻ എതിർക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കുറച്ച് എക്സ്പെർട്ടുകൾ ഇടപെട്ടിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അത് ധാർമ്മികമായിട്ടും ശരിയല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. 1991 റിഫോംസ് അല്ലെങ്കിൽ അതും പോട്ടെ, നമുക്കിപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പണ്ട് ഈ മറ്റേ ഈ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആളുകൾ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ മേടിക്കണം, പിന്നെ ഡബിൾ കൺഫർമേഷൻ മേടിക്കണം, ഒരുപാട് ഏജന്റുകളും കാര്യങ്ങളും. റെയിൽവേയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. ഇതെല്ലാം ഓൺലൈൻ ആയതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു. അതേസമയം ഒരുപാട് പേര് ബാധിക്കപ്പെടുകയും ചെയ്തു. ഏതാ ഈ ട്രാവൽ ഏജൻസിക്കാരും മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർ മറ്റു മേഖലകളിലേക്ക് പോയി കാണും. അപ്പൊ നമ്മൾ ഈ തൂക്കി നോക്കുമ്പോഴത്തേക്കും ബെറ്റർ ആയിട്ട് ഉള്ള അവസ്ഥ ഈ ഓൺലൈൻ ആയതാണെന്ന് ഉള്ള രീതി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ഒരു ഇത് എടുക്കുമ്പോഴേ എല്ലാ ജനങ്ങൾക്കും നന്മ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പോലും ചില ആളുകാരെ ബാധിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രവീൺ പറയൂ ഇതിനകത്തോട്ട്. ഓക്കെ, ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അഭിലാഷ് എൻ്റെ ആർഗ്യുമെന്റിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ തെറ്റായിട്ടുള്ളതാണ്. അതിലൊന്ന്, ഈ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ കോൺട്രാക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ കോൺട്രാക്ട് പ്രോപ്പർട്ടി വാല്യൂസ് ലോ ആൻഡ് ഓർഡറിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ ഒരു ഗവൺമെന്റും ഇല്ല ലോകത്തിൽ എന്നുള്ളതാണ് വാസ്തവം. അതായത് ഗവൺമെന്റുകളെല്ലാം അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും വായിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്ന് പറയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഞാൻ പ്രവീൺ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു തീർന്ന് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അതായത് നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും അതിന് മുമ്പിരുന്ന ഗവൺമെന്റുകളുടെ പരിഷ്കരിച്ച പതിപ്പുകളാണ്. അത് മൊണാർക്കി ആണെങ്കിലും, ഇപ്പം ബ്രിട്ടൻ ഇന്ത്യ കീഴടക്കി ഭരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്ന കാലത്ത് നിന്ന് നമ്മളിലേക്ക് കൈമാറിയപ്പോൾ ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള നിയമങ്ങൾ ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയോ അല്ലെങ്കിൽ അമേരിക്കൻ ഡിക്ലറേഷനോ അത് അല്ല. ശരിക്കും നിയമങ്ങൾ, രാജ്യത്ത് നടപ്പിലാകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവൻസിയോട് അലൈൻ ചെയ്തായിരിക്കുമെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാലും കോൺസ്റ്റിറ്റ്യുവൻസി പറഞ്ഞാലും നമ്മളിവിടെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് റിസർവേഷൻ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇംപ്ലിമെന്റഡ് ബൈ പാർലമെന്റ്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ഭരണക്രമം ഒരു തുടർച്ചയാണ്. ഇതിനു മുമ്പുള്ള സർക്കാരിന്റെ തുടർച്ചയാണ് നമ്മുടെ സർക്കാർ, അതിനു മുമ്പുള്ള സർക്കാരുകളുടെ തുടർച്ചയാണ് അതിനു മുമ്പുള്ള. അപ്പോൾ ഓരോ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് ലോകത്തിൽ എല്ലായിടത്തും ഉള്ളത്. അല്ലാതെ പൂർണ്ണമായിട്ട് ലോ ആൻഡ് ഓർഡർ മാത്രവും പ്രോപ്പർട്ടി റൈറ്റ്സ് മാത്രം നോക്കുന്ന ഒരു സർക്കാരും ലോകത്തിലില്ല. അമേരിക്കയിലില്ല, സിംഗപ്പൂരിലില്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും എക്സ്പേർട്ടുകൾ, അതായത് അഭിലാഷ് പറഞ്ഞിങ്ങനെയാണെന്ന് തോന്നുന്നു, അതായത് നമ്മുടെ ഡിസിഷൻസ് വേറെ കുറെ ആൾക്കാർ എടുക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്ന രണ്ട് സംഭവമുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസത്തെ സോഷ്യലിസത്തെ നമ്മൾ എപ്പോഴും എതിർക്കുന്നത്, സെൻട്രൽ പ്ലാനിങ്ങിനെയൊക്കെ എതിർക്കുന്നത്, ഞാൻ എത്ര തിന്നണം, ഞാൻ എത്ര രൂപയ്ക്കൊരു സാധനം വിൽക്കണം, ഞാൻ ആരുടെ സാധനം മേടിക്കണം, എപ്പം മേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് നിറമുള്ള സാധനം മേടിക്കണം എന്ന് ഒരു സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഡിക്റ്റേറ്റ് ചെയ്ത്, ഗവൺമെന്റ് തന്നെ ബിസിനസ് ചെയ്ത്, ഗവൺമെന്റ് തന്നെ പ്രൊഡക്ഷനും സപ്ലൈ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. അതാണ് ഒരു സോഷ്യലിസം എന്ന് പറഞ്ഞത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവന്റെ തീരുമാനങ്ങളെയും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മാക്രോ ആയിട്ടുള്ള എക്കണോമിക്സ് ഉണ്ട്. മാക്രോ എക്കണോമിക്സ്, നമ്മൾ എക്കണോമിക് പോളിസികളും എക്കണോമിക്സും ഒക്കെ പറയുമ്പോൾ മോസ്റ്റ്ലി മാക്രോ ആണ് പറയുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ കുറേ മനുഷ്യർ ചേർന്ന ഒരു പ്രദേശത്തെക്കുറിച്ചും അതിൻ്റെ ഡേറ്റയും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇവിടെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെല്ലാം
സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യലായിട്ട് ജീവിക്കുന്ന ഒരു സോഷ്യൽ ആനിമലാണ്. നമ്മുടെ നമ്മുടെ ഇതിനു മുമ്പുള്ള നമ്മുടെ എവല്യൂഷണറി സൈഡിൽ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിമ്പൻസിയും ഒറാങ്കുട്ടാനും എല്ലാം സോഷ്യൽ ആനിമൽസ് ആണ്. അവർ ഒറ്റയ്ക്കല്ല ജീവിക്കുന്ന, അവർ കൂട്ടമായിട്ട് ജീവിക്കുന്നതാണ്. ഈ കൂട്ടമായിട്ട് ജീവിക്കുമ്പം ഒരു സൊസൈറ്റിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സൊസൈറ്റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും പരിഷ്കരിച്ച ഒരു പൊളിറ്റിക്കൽ മോഡലാണ് ഡെമോക്രസി. ഡെമോക്രസിയിൽ മെജോറിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും, പക്ഷേ അപ്പോഴും മൈനോറിറ്റിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ചില ലോ ആൻഡ് ഓർഡേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ ലോയുടെയും റെഗുലേഷൻസിൻ്റെ ഒക്കെ പലതിൻ്റെയും പിന്നിലെ പ്രധാന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അതായത് കുറച്ച് പേര് ഒരിടത്ത് ഒരു 4 പേര് ഒരു റൂമിൽ ഇരുന്നിട്ട് ഇന്ന കേരളത്തിലുള്ളവൻ ഇത്ര രൂപയ്ക്ക് അരി മേടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ഹൈവേ പണിയണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ പോകുന്ന ഒരു റെയിൽവേ ലൈൻ പണിയണം. ഇതൊരു സെൻട്രൽ പ്ലാനിങ്ങിലേ നടക്കാൻ സാധിക്കുള്ളൂ. അതൊരു സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അത് സാധിക്കുള്ളൂ. ഒരു സെൻട്രൽ പ്ലാനിങ് മാത്രമേ അവിടെ നടക്കുള്ളൂ. അപ്പോൾ അവിടെ ഡെമോക്രസി ഉള്ള സ്ഥലങ്ങളിൽ എന്തായിരുന്നു, പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അല്ലെ ജനങ്ങളെ അത് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്ന ജനങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇത് ബാധിക്കപ്പെടുന്നത്, ആരുടെയൊക്കെയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുമ്പോഴും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവരുടെ സ്ഥലം പിടിച്ചെടുക്കാനും നമ്മുടെ ഗവൺമെന്റിന് അധികാരമുണ്ട്. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതൊരു സൊസൈറ്റിയൽ കോസ്റ്റാണ്. അതിനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു സർക്കാരിനും പ്രവർത്തിക്കാനോ ഒരു രാജ്യത്തിനും പ്രവർത്തിക്കാനോ കഴിയില്ല. എല്ലാവർക്കും നല്ലത് ചെയ്യുക, എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങളില്ല. ഇനി നിങ്ങൾക്ക് കുറെ പേർക്ക് തോന്നുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെമോക്രസി അതിനാണ്. ഡെമോക്രസിയിൽ നിങ്ങൾക്ക് 5 കൊല്ലം കൂടുമ്പോൾ ഈ സർക്കാരിനെ മാറ്റി നിങ്ങൾക്ക് വേറൊരാളെ കൊണ്ടുവരാം. അതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാവുന്ന കാര്യം. അല്ലാതെ എല്ലാവരുടെയും കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, സർക്കാർ ലോ ആൻഡ് ഓർഡർ മാത്രം നോക്കിയാൽ മതി, ലോ ആൻഡ് പിന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യവുമില്ല, അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോകുന്നുമില്ല. ഇനി പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഡേറ്റയുടെ കാര്യമാണ്. ഡേറ്റ ഒരിക്കലും എടുക്കാൻ പറ്റില്ല, അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാ കമ്പനികളും, ലോകത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോർപ്പറേറ്റുകളും ഡേറ്റ എടുത്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡേറ്റ ഈസ് അവൈലബിൾ. ഡേറ്റ പഴയ പോലെയല്ല, ഡേറ്റ കിട്ടും. മാർക്കറ്റിലെ പല കാര്യങ്ങളിലും ഡേറ്റ കിട്ടും. പിന്നെ ഒരുപാട് ന്യൂവാൻസസും വേരിയേഷൻസും വേരിയബിൾസും ഉള്ള കാര്യങ്ങളിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചാൻസസ് ഓഫ് എറർ ഈസ് ഓൾവേസ് ദെയർ ഇൻ ഡേറ്റ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ ഡേറ്റ എടുക്കുകയും ഡേറ്റ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഡേറ്റയെ തൊട്ട് നോക്കരുത്, ഡേറ്റ മുഴുവൻ തെറ്റാണ്, ഡേറ്റ എടുക്കാനേ പറ്റത്തില്ല എന്നുള്ളൊരു നിലപാടിൽ ലോകത്തൊരു രാജ്യവും പോകുന്നില്ല, ഒരു കമ്പനി പോകുന്നില്ല. നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാൽ പോലും നമ്മൾ ഡേറ്റകൾ എടുക്കും. ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ശരാശരി വരുമാനം എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡേറ്റകൾ നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ബിസിനസ് മോഡലുകളും ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കരുതി ഡേറ്റ എടുത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നോ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നടക്കണമെന്നോ ഒന്നും നിർബന്ധവുമില്ല. അപ്പോൾ അവിടെ ഡേറ്റയിൽ എന്തെങ്കിലും എറർ കാണാം, അല്ലെങ്കിൽ എടുത്ത ഡിസിഷനെ തെരുവ് കാണാം. അതുപോലെ അഭിലാഷ് പറഞ്ഞ പോലെ ബ്യൂറോക്രസിയുടെ ഇൻഎഫിഷ്യൻസീസ് കാണാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരു പദ്ധതി ഫെയിലിയർ ആവാനുള്ള പല പല കാരണങ്ങളുണ്ട്. അത് മേ ബി ഈ പറഞ്ഞ പോലെ ബ്രൈബ് ചെയ്തിട്ടുള്ള ഒരു പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സമ്പൂർണ്ണമായിട്ടൊരു സോഷ്യലിസ്റ്റ് വിമുക്തി, അതായത് എല്ലാം ഇൻഡിവിജ്വൽസ് തീരുമാനിക്കുന്ന, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരവർക്ക് എതിർപ്പുള്ള കാര്യങ്ങളിൽ അവിടെ യാതൊരു തരത്തിലും ഗവൺമെന്റ് ഇടപെടാതെ ജീവിക്കുന്ന ഒരു ലോകം ഇന്നേതായാലും ഇല്ല. ഇനി നാളെ ഉണ്ടാകുവാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ്. റൈറ്റ് നൗ ഇറ്റ്സ് നോട്ട് ദെയർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മറുപടി പറയട്ടെ രാകേഷ്. ഇപ്പൊ പ്രവീൺ ഇതിനകത്ത് പറഞ്ഞു ലോകത്തെങ്ങും ഫ്രീ മാർക്കറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ വ്യവസ്ഥ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അത് ഫ്രീ മാർക്കറ്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് വർക്ക് ചെയ്യില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കി അങ്ങോട്ട് പോയി എന്നുള്ളതല്ല. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇൻഹെറന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് എക്സ്പാൻസ് എന്നുള്ളത്. അത് എപ്പോഴും വലുതാകാനും ശ്രമിക്കുകയുള്ളൂ. കാരണം അതിന്റെ ഒരു ഇൻസെന്റീവ്സിൽ ഒന്നാണ് അധികാരം നിലനിർത്തുക എന്നുള്ളത്. ചക്കരക്കുടത്തിൽ കൈയിട്ട ഒരു ഗവൺമെന്റുകളും പിന്നീട് ഗവൺമെന്റുകൾ വേണ്ടെന്നും ജനങ്ങളുടെ ജീവിതം നിയന്ത്രിക്കില്ല എന്നൊന്നും തീരുമാനിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും നിരീശ്വരവാദം പറയുന്ന ആൾക്കാരാണ്. നാളെ ഒരു ദിവസം ഇപ്പൊ നമുക്കറിയാം ലോകം മുഴുവൻ കൂടുതലുള്ളത് വിശ്വാസികളാണെന്ന് നമുക്കറിയാം.
നമ്മൾ എന്നിട്ടും നിരീശ്വരവാദം പറയാതിരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയും. അതേപോലെ തന്നെ ഗവൺമെന്റ് ഇല്ലാതെ ആളുകളെ അവരുടെ ജീവിതത്തിന് അനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ധാർമ്മികമായിട്ടും പ്രാക്ടിക്കലിയും പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ പ്രവീൺ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ലോകത്ത് എല്ലാ ഗവൺമെന്റുകളും മറ്റ് ഗവൺമെന്റുകളുടെ തുടർച്ചയായിരുന്നു എന്നുള്ളത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബ്രിട്ടൻ എങ്ങനെയാണോ ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന നിലവിൽ വന്നത്. പല രാജ്യങ്ങളിൽ നിന്നും നല്ലതെന്ന് നമുക്ക് തോന്നുന്നത് ചേർത്തെടുത്തിട്ട് വേറൊരു രാജ്യമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്ക് പോലും ഇല്ല. അതിനകത്ത് ഗവൺമെന്റ് ഇടപെടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് മുമ്പുള്ള ഒരു വ്യവസ്ഥയുടെ തുടർച്ചയൊന്നുമല്ല. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് നിങ്ങൾക്ക് പുറകോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണഘടനയായിട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ജനങ്ങളുടെ എക്കണോമിയിൽ ഇടപെടുക എന്നുള്ളതല്ല. പ്രൊട്ടക്ടർ എന്നുള്ളത് അതായത് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, ജനങ്ങളുടെ സ്വത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ജീവൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യമേ ഉണ്ടായിട്ടില്ല എന്ന് പറയരുത്. നമ്മൾ ഈ പറയുന്ന ഒരു വ്യവസ്ഥ, ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥ വളരെ കുറച്ച് നാള് അതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലല്ലെങ്കിൽ കൂടി വളരെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഏറ്റവും കുറഞ്ഞ കുറച്ച് സമയം മാത്രമേ ഈ ഭൂമിയിൽ നിലനിന്നിട്ടുള്ളൂ. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം മാർക്കറ്റ് തകർന്നു, അതിനുശേഷം അയ്യോ രക്ഷിക്കാൻ ഗവൺമെന്റ് വന്നു എന്നുള്ള രീതിയിലും അല്ല നമ്മൾ പോയത്. ഈ പറയുന്ന പോലെ മാർക്സിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസ് അമേരിക്കയിലേക്ക് വരികയും അവിടുന്നാണ് അവര് ആ ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഗവൺമെന്റ് വലുതായി വരികയും അതിനുശേഷം കെയ്നീഷ്യൻ എക്കണോമിക്സ് വരികയും ഗവൺമെന്റ് സ്പെൻഡിങ് ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ക്യാപിറ്റലിസം ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള പ്രൊപ്പഗണ്ട വരികയും അത് വർഷങ്ങളോളം ഓടുകയും അത് ഫെയിലാകുകയും അതിനുശേഷം റീഗൻ വരികയും റീഗൻ വരുന്ന സമയത്ത് മിൽട്ടൺ ഫ്രീഡ്മാന്റെ തിയറീസ് വരികയും അപ്പോഴും അവിടെയും വരുന്നത് മോണിറ്ററി പോളിസീസ് വരികയും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മീസസിന്റെ ഓസ്ട്രിയൻ എക്കണോമിക്സോ പ്യുവർ ലേസേഫർ ക്യാപിറ്റലിസോ ഒന്നും ഒരിക്കലും ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാത്തതിന് കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ രചിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എപ്പോഴും ഇൻഫ്ലേഷൻ നല്ലതാണ്, കൂടുതൽ സ്പെൻഡ് ചെയ്യണം, ഗവൺമെന്റ് വലുതാകണം, അതാണ് ലോകം മുഴുവൻ നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു സൈഡിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ ജോലി എന്താണ് ശരിയെന്ന് ആളുകളോട് പറയല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നെന്ന് പറയുന്നത് എല്ലാവരെയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആ പോയിന്റിലേക്ക് വരികയാണ്. പിന്നെ രണ്ടാമത് പ്രവീൺ പറഞ്ഞു നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റും, ഡേറ്റ എടുത്തു വെച്ച് മാത്രമേ നമ്മളൊരു കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇപ്പൊ പ്രവീൺ തന്നെ അതിന്റെ ഇടയ്ക്ക് അപ്പൊ ഡേറ്റ മാത്രമല്ല ഡേറ്റ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കമന്റ് കണ്ടു, എനിക്ക് തോന്നുന്നു ആരോ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റില് എങ്ങനെയാണ് എക്കണോമിക് തിയറി എങ്ങനെയാണ് നിങ്ങൾ ഡേറ്റ ഇല്ലാതെ പ്രൂവ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പൊ ഇതിനകത്ത് തന്നെ പ്രവീൺ പറഞ്ഞ തന്നെ ഒരു കാര്യമുണ്ട്, റോഡ് ഉണ്ടാക്കും, മാർക്കറ്റിലായാലും റോഡ് ഉണ്ടാക്കും, അതിന് ഗവൺമെന്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഗവൺമെന്റ് ഇല്ലാതെ റോഡ് ഉണ്ടാവില്ല എന്നുള്ളതിന് ഡേറ്റയൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് പരീക്ഷിച്ച് നിരീക്ഷിച്ച് നമുക്ക് ഡേറ്റ എടുത്തിട്ട് ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് തന്നെയാണ് ഡേറ്റയുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അതിൽ അഭിലാഷിന് ഒരു ക്ലാരിഫിക്കേഷൻ അഭിലാഷ് പറയണം. അതായത് ഗവൺമെന്റ് ഇല്ലാതെ റോഡ് ഉണ്ടാവില്ല. ഇപ്പൊ പ്രവീൺ പറഞ്ഞ ഇത് എക്സ്പ്രസ് ഹൈവേ ആണ് പുള്ളി ഇതായിട്ട് ഉദ്ദേശിച്ചത്. ഗുണഫലങ്ങള് ലോങ് ടേമിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു 10-20 വർഷത്തെ ഡേറ്റ അനാലിസിസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത്ര വണ്ടികൾ അതിനകത്തൂടെ പോകാൻ പറ്റി, അപ്പൊ ഇത്ര കാർബൺ എമിഷൻ കുറഞ്ഞു, ആളുകളുടെ സമയം, കാര്യങ്ങള്, അതിന്റെ വേരിയബിൾസ് വളരെ ഹ്യൂജ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽസ് ആണ് ഇത് ഉണ്ടാക്കേണ്ടി വരിക, അല്ലെങ്കിൽ കമ്പനികളാണ് ഉണ്ടാക്കി വരേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യമല്ല ഒരു എക്സ്പ്രസ് ഹൈവേ. അത് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ടോൾ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് റോഡുകൾ നിർമ്മിക്കുന്നില്ലേ രാകേഷ്? കമ്പനികൾ എടുക്കുന്നില്ലേ? പല റോഡുകളും ഇത്ര വർഷത്തേക്ക് നിർമ്മിച്ച് കൊടുത്തതിന് ശേഷം നിർമ്മിച്ചതിന് ശേഷം പതുക്കെ അവിടെ കൂടെ ഓടുന്ന വണ്ടികളിൽ നിന്ന് പൈസ ഈടാക്കുന്നു, അത് ഉപയോഗിക്കുന്നവരിൽ നിന്ന് പൈസ ഈടാക്കുന്ന വ്യവസ്ഥകൾ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അവസരം കൊടുക്കാതെ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് നമുക്ക് ഡേറ്റ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ റോഡ് ഉണ്ടാക്കാൻ മാത്രം ആളുകൾക്ക് പറ്റില്ല, അതിന് ഗവൺമെന്റ് ഉണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്രവീൺ, സോറി. ഞാൻ പറയുന്നത് റോഡാണെങ്കിലും
രാകേഷ് പറയൂ. പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. അതായത് ഈ റോഡിന്റെ കാര്യം പ്രൈവറ്റ് ആയിട്ട് റോഡ് ഉണ്ടാക്കിയ തെളിവുണ്ടല്ലോ. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വെട്ടിയിടിക്കുന്ന വഴികൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട്, ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നല്ലോ. നമ്മൾ പോയിട്ട് പല ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ വെട്ടിയിടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു മൈക്രോ ആക്കണം. അതായത് നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇറ്റ്സ് എ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഒരു 10 പേരെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട ശരി, അയൽവക്കക്കാരെ അപ്പൊ അങ്ങനെയാണ് പ്രവീൺ, ഞാനൊരു ചോദിച്ചോട്ടെ. ഈ രണ്ടാമത് നമ്മുടെ ഇവിടെ കൂടി ഇപ്പൊ ഉണ്ടാകുന്ന റോഡില്ലേ, അല്ലെ പ്രവീൺ അത് പറഞ്ഞല്ലോ, വർക്ക് ചെയ്യുന്നില്ല. ഈ ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന റോഡുകൾ 2024 മാത്രം ഉണ്ടാക്കേണ്ടിയിരുന്ന റോഡായിരുന്നു ഏത് റോഡുകള് ഈ ഇപ്പൊ ഉണ്ടാക്കുന്ന ഹൈവേ? 2024 ഉണ്ടാക്കേണ്ട റോഡുകളാണോ ഞാൻ അങ്ങനെ ഉത്തരം പറയും. അത് ഓരോ സമൂഹത്തിലും അതിന്റെ ആവശ്യം ഉണ്ടായി വരുമ്പോൾ ഒരു പ്രഷർ വരും, ഒരു സോഷ്യൽ പ്രഷർ വരും റോഡ് നന്നാക്കണം. പിന്നെ അപ്പൊ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഇടപെട്ടില്ല എങ്കിൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് ഇടപെട്ടില്ല എങ്കിൽ ഇതിനു മുമ്പ് ഒരു ഇങ്ങനൊരു റോഡ് ഇവിടെ ഉണ്ടാകുകയില്ല എന്നുള്ളത് പ്രവീൺ എങ്ങനെ മനസ്സിലാക്കിയത്? ഈ റോഡിൽ എത്ര സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്? ദ നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇസ് വെരി ഹ്യൂജ്. Number of stakeholders is very huge. Then why don't they decide and create a road themselves? അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെങ്ങനെയാ നമ്മളതിന്റെ വോളിയം മനസ്സിലാക്കി. നമ്മളൊരു കാശ്മീർ മുതൽ കേരളം വരെയുള്ള പുള്ളി പറഞ്ഞ കാശ്മീർ മുതൽ കേരളം വരെ റോഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ പ്രവീൺ. ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പം നാളെ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണം. എങ്ങനെയാണ് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണം ഞാൻ തീരുമാനിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ എന്റെ തൊട്ടടുത്തുള്ള കടയിൽ എത്തുന്നത്? അതേപോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. ഈവൻ റോഡിന്റെ കാര്യത്തിൽ തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു പോർട്ട് വരികയും ഇവിടെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിക്കണമെന്നും ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ റോഡുള്ളൂ എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളത് പ്രവർത്തിക്കാൻ ഈ അമേരിക്കയിലെ റെയിൽ റോഡുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതറിയോ? അമേരിക്കയിൽ 19-ാം നൂറ്റാണ്ടിൽ റെയിൽ റോഡുകൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം ഗവൺമെന്റ് ഇടപെട്ടിട്ടാണോ? ഗവൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്? അല്ല, പ്രൈവറ്റ് കമ്പനീസ് ആണ് റെയിൽ റോഡുകളൊക്കെ റെയിൽ ക്രിയേറ്റ് ചെയ്തത് അവിടെ. അതും അവിടെ വേറെ കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഗവൺമെന്റും ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൈവറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ് ഇൻവോൾവ്മെന്റിൽ പ്രൈവറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതും വിജയിച്ചതും എല്ലാം പ്രൈവറ്റ് റെയിൽ റോഡുകളാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ റെയിൽ പണിയാനുള്ള പെർമിഷൻ, അതായത് റോഡിന് സ്ഥലം അക്വയർ ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനികൾ തന്നെയാണ് ഇന്ത്യയിലും പണിയുന്നത് റോഡുകൾ, അല്ലാതെ ഗവൺമെന്റ് അല്ല പണിയുന്നത്. പ്രൈവറ്റ് കമ്പനികൾ തന്നെയാണ് റോഡ് ഇന്ത്യയിലും പണിയുന്നത്, വലിയ ഹൈവേകൾ. പക്ഷേ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് മാക്രോ ഡിസിഷൻ എടുക്കണം. അതാ ഞാൻ ചോദിച്ചത്, നമ്മുടെ ആലപ്പുഴയില് ഒരു റോഡ് പണിയാനായിട്ട് 40 വർഷം എടുത്തു. ഈ എഫിഷ്യന്റ് ആയെന്ന് പറയുന്ന ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങളെല്ലാം 40 വർഷം എടുത്തു. പറഞ്ഞു നിങ്ങൾ ഗവൺമെന്റ് എഫിഷ്യന്റ് അല്ലല്ലോ. ഈ എഫിഷ്യന്റ് അല്ലാത്ത ഗവൺമെന്റിന് എന്തിനാണ് നിങ്ങൾ എക്കണോമിയിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത്? ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. സോറി, ഒരു 1 സെക്കൻഡ്. ഓക്കെ, നമുക്കിനി ഒരു കഷ്ടിച്ചൊരു 10 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ. അയ്യോ മതി. അടുത്ത വിഷയങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ സംസാരിക്കാം. ഓക്കെ അഭിലാഷ്, ഞാൻ പറഞ്ഞു വന്നത് അതായത് നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു വലിയ എക്സ്പ്രസ് ഹൈവേ അല്ലെങ്കിൽ വലിയ പാലപ്പുഴയുടെ പാലം പണിയുന്നത് അതിന്റെ തീരുമാനം ഗവൺമെന്റ് എടുത്തു എന്നുള്ളത് കൊണ്ട് അത് എന്താ പറയുന്നത്, അത് ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണെന്ന്, എഫിഷ്യന്റ് ആയിട്ടുള്ളതാണോ, സ്പീഡിൽ നടക്കും എന്നല്ല പ്രവീൺ ഉദ്ദേശിച്ചത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഗവൺമെന്റ് പോലുള്ള ഒരു അതോറിറ്റി ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം വലിയൊരു എക്സ്പ്രസ് ഹൈവേക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ വേരിയബിൾസും അതിന്റെ ആൾക്കാരുടെ എണ്ണം, അതിന്റെ ബെനിഫിഷ്യറി, ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഒരു എക്സ്പ്രസ് ഹൈവേ നമ്മുടെ അടുത്തൂടെ പോകുന്നു, ചിലപ്പോൾ നമ്മളായിരിക്കില്ല അതിന്റെ ബെനിഫിഷ്യറി. മാത്രമല്ല നമ്മുടെ ചിലപ്പോൾ സ്ഥലം പോയെന്നും ഇരിക്കും. ഈ 300 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വലിയ സ്കെയിലിൽ കാണാൻ എമിഷൻ ചെയ്യാനും ഗവൺമെന്റ് വേണ്ടി വരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഗവൺമെന്റിന്റെ അത് പാലം പണിയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇൻഎഫിഷ്യന്റ് ആയിരിക്കും, കറപ്ഷൻ ആയിരിക്കും, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെന്റ് ഇല്ലാതെ അത് നടക്കില്ല എന്ന് അത് എനിക്ക് മനസ്സിലായി രാകേഷ്, എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഗവൺമെന്റ് ഇല്ലാതെ അത് നടക്കില്ല എന്ന് നമ്മൾ പറയുന്നത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെന്റ് ഇല്ലാതെ നടക്കുകയല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനതല്ലേ പറഞ്ഞത്, പ്രൈവറ്റ് റോഡുകൾ, അതായത് മൈക്രോ ആയിട്ട് രാകേഷ് അതാണല്ലോ പറഞ്ഞേ.
ഇല്ലല്ല, അതാണ് നമ്മൾ രാകേഷ് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. അല്ലല്ല, കേൾക്കൂ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ ചെറിയ കാര്യങ്ങൾ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു കാര്യത്തിന് ചിലപ്പോൾ പഞ്ചായത്തിലുള്ള ആൾക്കാർ വട്ടം കൂട്ടിയിട്ട് ചിലപ്പോൾ തീരുമാനിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ വെൻ യു ആർ കണക്ടിങ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ജൂറിസ്ഡിക്ഷൻ, ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ പോകുന്ന ഒരു തീരുമാനം എടുക്കുന്ന ഒരു സെൻട്രൽ അതോറിറ്റി, അങ്ങനെ ഒരു വിഷൻ, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞങ്ങളുടെ ഹൈവേ പോകേണ്ടത്, ഇന്നൊക്കെ റൂട്ടിൽ കൂടെ ആയിരിക്കണം, ഇന്ന ഇത്ര ഹൈവേകൾ ഇത്ര വികസിപ്പിക്കണം, ഇങ്ങനെ ഒരു ഡിസിഷൻ മുകളിൽ നിന്ന് വന്ന് അത് ടെൻഡർ പ്ലേസ് ചെയ്യും. ടെൻഡർ പ്ലേസ് ചെയ്യുമ്പം അവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ഗവൺമെന്റ് കമ്പനികൾ പോയിട്ട് PWD, അതായത് നമ്മൾ പറയുന്നത് PWD പണിയണ്ട റോഡ്, PWDക്ക് പകരം പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കും റോഡ് പണി, ടെൻഡർ ചെയ്യട്ടെ. റോഡ് ഡിസൈൻ ചെയ്യുന്നത്, അതായത് റോഡിന്റെ പ്ലാൻ വിടുന്നതും ഇത് ഡിസിഷൻ എടുക്കുന്നതും, ഇങ്ങനെ ഒരു റോഡ് വേണമെന്ന് ഡിസിഷൻ എടുക്കുന്നതും വലിയ രീതിയിൽ വരുമ്പോൾ അത് ഗവൺമെന്റ് എടുത്താലേ ശരിയാവുള്ളൂ. ഗവൺമെന്റിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അത്രയും അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മാത്രമേ എടുക്കാൻ? അതും കോൺട്രാക്ട് കൊടുക്കാം, വലിയ കൺസൾട്ടൻസ് ഉണ്ട് ഇത് ഡിസൈൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. വിളിക്കാം. അതിന്റെ വിഷൻ മാത്രം കണ്ടാൽ മതി. വിഷനാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അത് ഗവൺമെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈവേ. അതിപ്പം ഇന്ത്യക്കാണെങ്കിൽ NHAA ഉണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. സ്റ്റക്കായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. അവരാണ് പ്ലാൻ ചെയ്യുന്നത്. അവർ പ്ലാൻ ചെയ്തിട്ട് അവരെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് കൺസൾട്ടൻസിനെ വിളിക്കാം. അത് പ്രൈവറ്റ് ആവാം, അത് പ്രൈവറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിനൊന്നും ഗവൺമെന്റ് ആൾക്കാരെ കാശ് കൊടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ആൾക്കാർ പോയിട്ട് പണി ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ NHAA ആണ് ഈ നാഷണൽ ഹൈവേ പ്ലാൻ ചെയ്യുക. കാരണം ഇപ്പൊ ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് തന്നെ, ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും ബാക്കിയെല്ലാ സ്ഥലത്തും 60 മീറ്റർ വന്നിട്ട് കേരളത്തിൽ 30 മീറ്റർ കണ്ടാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കച്ചവടക്കാർ ഒഴിവാകാൻ തയ്യാറല്ല. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട്. പക്ഷേ ആ റോഡ് വന്നു കഴിയുമ്പോൾ അതൊരു ആളുകൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പ്രവീൺ പറയുന്നത്? അതാണ് പറഞ്ഞത്, കോമ്പൻസേഷൻ കൊടുത്ത് അവരെ ഒഴിപ്പിക്കും. അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ആ സ്ഥലം ഗവൺമെന്റ് അവിടെ ബലമായിട്ട് തന്നെ റോഡ് പണിയും. അങ്ങനെ അതൊരു സൊസൈറ്റിയൽ കോസ്റ്റ് ആണ്. ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അത് ബാക്കി ഒരുപാട് പേർക്ക് ബെനിഫിറ്റ്. നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യം കാണുന്നത്. ആ സ്ഥലത്ത് കച്ചവടം ഇപ്പം പിന്നെ നമ്മുടെ കാലടി പാലം കഴിഞ്ഞ് അവിടെ ബിസിനസ് ചെയ്യുന്നവർ എന്ത് ചെയ്താൽ പുതിയൊരു പാലം പണിയാണോ ബൈപ്പാസ് പണിയാണോ? ഈ ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് പ്ലെയറിന് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രവീൺ വിചാരിക്കുന്നത്? പ്രവീൺ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? പ്രൈവറ്റ് പ്ലെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയൂ. നിങ്ങളൊരു പ്രൈവറ്റ് പ്ലെയർ, അഭിലാഷ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. സോ യു ടെൽ മീ ഹൗ യു ആർ ഗോണ ടു ഇറ്റ്സ് ഓൾ നെഗോഷിയേഷൻ, റൈറ്റ്? എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കാശ് കൊടുത്ത് സ്ഥലം മേടിക്കുകയല്ലേ ചെയ്യുക? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡറിന് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, അദാനി പോർട്ട് ഇപ്പോ വന്നു. അപ്പൊ അദാനിക്ക് കേരളത്തിൽ നിന്നൊരു റോഡ് പണിയണം. വൈ ഡോണ്ട് അദാനി ഡു ദാറ്റ്? വൈ ഡോണ്ട് അദാനി അദാനിക്ക് മാത്രമല്ലല്ലോ റോഡ് ഉപയോഗിക്കുന്നത്, അത് അദാനിയുടെ പ്രൈവറ്റ് റോഡ് ഉപയോഗിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ. റോഡ് ഉപയോഗിക്കേണ്ട ആൾക്കാരിൽ നിന്ന് അയാൾക്ക് ടോൾ ഉപയോഗിച്ച് പൈസ കളക്ട് ചെയ്യാൻ വേണമെങ്കിൽ അല്ല, അയാൾക്ക് ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്തുകൊണ്ടാണ് പല നിയമ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതല്ല ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ത് ഡേറ്റ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് അതിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? അതാണ് എക്സാമ്പിൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അത് ഇപ്പൊ പ്രവീൺ പറഞ്ഞ കാലടി പാലത്തിന് അപ്പുറമുള്ള കച്ചവടക്കാരുടെ കാര്യം തന്നെ എടുക്കുക. നമുക്ക് കാലടി പാലത്തിന് അപ്പുറത്തോട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് പാലം പണിയണം. ആ കച്ചവടക്കാര് സമ്മതിക്കുന്നില്ല. ഹൗ ക്യാൻ ദാറ്റ് ബി ഡൺ? അതായത് അവിടെ എനിക്ക് മനസ്സിലായി. ഹൗ ഗവൺമെന്റ് ഈസ് ഡൂയിങ്, രാകേഷ്? ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഗവൺമെന്റ് അവിടെ ഒഴിപ്പിക്കും, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും. ദാറ്റ്സ് നോട്ട് റൈറ്റ്. You cannot use force. That's not right. That's a fundamental argument. അതാണ്, you cannot force. ഞാൻ ആ കാര്യത്തില് ഇനി എന്നെ എന്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പറഞ്ഞാലും you cannot force. അങ്ങനെയാണെങ്കിൽ പ്രവീൺ സോഷ്യലിസത്തെ എതിർക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരാളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയാളുടെ പ്രോപ്പർട്ടിയാണ്. കാലടി പാലത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ഗവൺമെന്റിന് ഒഴിപ്പിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഒഴിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒഴിപ്പിക്കുന്നുണ്ട്. പക്ഷേ വി കനോട്ട് അഗ്രി ദാറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തീർത്തു. പ്രവീൺ അത് ഒരു 3 മിനിറ്റ്സ് എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യും. നമുക്കത് അവസാനിപ്പിക്കണം. ഓക്കെ? പ്രവീൺ ഒന്ന് വെയിറ്റ് ചെയ്യും. അഭിലാഷ് അത് ഫിനിഷ് ചെയ്യും. 2 മിനിറ്റ് എടുത്ത് ഫിനിഷ്. അല്ല, നമ്മൾ നിർത്താൻ പോകണോ? കൺക്ലൂഷൻ പരിപാടി നിർത്താൻ പോകണോ? അതാ ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 1.5 മണിക്കൂറായി.
ഓക്കെ ഓക്കെ ശരി. ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഫ്രീ മാർക്കറ്റിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് വാദിക്കുന്നു? അപ്പൊ ലോകത്ത് മുഴുവൻ ഇപ്പൊ നിലനിൽക്കുന്ന സിസ്റ്റം ഇങ്ങനെയാണ്, ഇത് ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിട്ടാണ് നമ്മൾ ഫ്രീ മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണോ നമ്മൾ സോഷ്യലിസത്തെ എതിർക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ എല്ലാ ബലപ്രയോഗങ്ങളും എതിർക്കുന്നത്, അതേ കാരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റിന്റെ ബലപ്രയോഗത്തെ എതിർക്കുന്നത്. അത് ഇപ്പം നമ്മളെ ബലപ്രയോഗം ചെയ്യുന്നത് നമ്മുടെ അയലത്തുകാരനാണോ, നമ്മളുടെ പ്രധാനമന്ത്രിയാണോ, അതോ ഒരു രാജാവാണോ, അല്ലെങ്കിൽ ഒരു മാവോയോ ആരോ ആണോ എന്നുള്ളതല്ല, ബലപ്രയോഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏത് കാര്യത്തിലും നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളെ ബലപ്രയോഗം ചെയ്യുന്നുണ്ടോ, അത് ധാർമ്മികമായി ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന നമ്മൾ ഗവൺമെന്റ് ഡേറ്റ എടുക്കുമെന്ന് പറയുമ്പോഴും ഗവൺമെന്റ് ഡേറ്റ എടുത്ത് ഒരു കാര്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിന്റെ പ്രശ്നങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും മനസ്സിലാക്കണം. ഒന്നാമത് സാമൂഹിക വിഷയങ്ങളിൽ ഡേറ്റ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, എക്കണോമിയിൽ ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോഴുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, കാണപ്പെടാത്ത പ്രശ്നങ്ങൾ, ഇതിന്റെ എടുക്കാൻ പറ്റാത്ത പോലെയുള്ള പ്രശ്നങ്ങൾ, ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് എക്കണോമിക് കാൽക്കുലേഷൻ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരിക്കലും ഒരു പ്രദേശത്തെ താമസിക്കുന്ന ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനോ ഡേറ്റ എടുത്തു വെച്ച് ചെയ്യാനോ പറ്റില്ല. അത് എത്ര ചെറിയ രീതിയിലാണെങ്കിൽ പോലും. നേരത്തെ രാകേഷ് ചോദിച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു കാര്യം റെഗുലേഷന്റെ കാര്യത്തിൽ. ഈവൻ റെഗുലേഷൻ ഇൻ ദ സെൻസ് ഒരു കുറച്ച് ആൾക്കാരെ, അതായത് റെഗുലേഷൻ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും എപ്പോഴും റെഗുലേഷൻസ് വർക്ക് ചെയ്യുക. ഏത് റെഗുലേഷൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ സംരക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പൊ ഏത് തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻസ് ഗവൺമെന്റ് നടപ്പിലാക്കിയാലും അത് കൈക്കലാക്കാൻ കഴിവുള്ളവർ അത് കൈക്കലാക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു കാര്യമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു ആശയമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ, നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പണം ഗവൺമെന്റ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷർ വെച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ. ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡെമോക്രസി ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഗവൺമെന്റുകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അവർ ചെയ്യുന്നത് പുതിയ ആവശ്യങ്ങൾ കൊണ്ടുവരിക. അത് എത്രത്തോളം ജനങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മോശമാണോ എന്നുള്ളതല്ല, അവരുടെ ഷോർട്ട് ടൈം ഇൻസെന്റീവ്സ് വെച്ച് നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 5 വർഷം കഴിയുമ്പോൾ മാറ്റാൻ. ജനങ്ങൾക്ക് ചോയ്സ് ഒന്നുമില്ല. ഇപ്പൊ എത്ര മോശം ഭരണമാണെങ്കിലും ചിലപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കാര്യത്തിന് ഒരു പ്രത്യേക പ്രദേശത്ത് എന്തെങ്കിലും വേറൊരു കാരണം കൊണ്ട് അവർക്ക് വോട്ട് കിട്ടുന്ന കാരണം ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് വളരെ മോശമായിട്ട് അവർ പെരുമാറിയാലും ചിലപ്പോൾ ഒരു ഭരണത്തിലെത്തിയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെമോക്രസിയായിട്ട് ടൈപ്പാണ്. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ ഗവൺമെന്റിന് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വിട്ടുകൊടുക്കുമ്പോൾ ഏതൊരു കാര്യത്തിന്റെ ഏറ്റവും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്മോറൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിർത്താം. ഓക്കെ. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, അബ്സല്യൂട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഒരു ആശയം അഭിലാഷിന്റെ അങ്ങനെ ഒരു ആശയമാണ്. അതായത് ഇൻഡിവിജ്വൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ ആദ്യമേ തന്നെ ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു സൊസൈറ്റിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സൊസൈറ്റിയൽ കോസ്റ്റ് ഈസ് ദെയർ. അപ്പം അവിടെ ആ സൊസൈറ്റിയൽ കോസ്റ്റ് ബിയർ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വല്ല കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും. ഇപ്പം ഈ അങ്കമാലിയിലെ പാലത്തിന്റെ കേസ് തന്നെ നമ്മൾ പറയുമ്പം ഇവിടെ ഒരു കൂട്ടം കച്ചവരുടെ ധാർഷ്ട്യം, അല്ലെങ്കിൽ അവർക്ക് ഒരു ലോങ് ടൈം വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് അവരുടെ ആ സ്ഥലം ഒഴിവാതെ അവർ വിട്ടുകൊടുക്കാതെ നിൽക്കുമ്പം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ജനാധിപത്യപരമായ മാർഗം കൃത്യമായിട്ട് ആ സ്ഥലത്തിന് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കാതെ ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു ബലപ്രയോഗമോ അല്ലെങ്കിൽ അതൊരു അധാർമികതയോ ആയി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു സൊസൈറ്റിയൽ റിക്വയർമെന്റ് ആണ്, ആൻഡ് ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് ദാറ്റ്. അവിടെ പൈസ കുറഞ്ഞു പോയോ കൂടിപ്പോയോ മാർക്കറ്റ് റേറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമാകാം. എനിക്ക് ആ കാര്യത്തിൽ പ്രശ്നമില്ല. അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഗവൺമെന്റ് ഒരു വിലയിടുമ്പം അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത് കോടതി പോകും. അപ്പോൾ കോടതി പറയും ഇത് കൂട്ടി കൊടുക്കണമെന്ന് പറയും. സോ ദാറ്റ് ഈസ് ഓൾ പോസിബിൾ. അതായത് നമ്മുടെ ഡെമോക്രസിക്കകത്ത് അത്തരത്തിലുള്ള നിയമ നടപടികൾക്കൊക്കെ പോകുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഞങ്ങൾ കുറച്ച് പേര് സമ്മതിക്കില്ല, അതുകൊണ്ട് ഇതിൽ റോഡ് വരികയില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെ റോഡ് വേണ്ട. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും, അതായത് കാലടിക്ക് ഇപ്പുറത്തുള്ളവരെല്ലാം അങ്ങനെ സഹിച്ചോട്ടെ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ അബ്സല്യൂട്ട് ഇൻഡിവിജ്വലിസത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതെ, അതാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ലല്ലോ എല്ലാ, അതായത് കൂടുതൽ എല്ലാ വ്യക്തികൾക്കും
അവന്റെ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ട് എന്നുള്ളതാണ്. അല്ല, പ്രോപ്പർട്ടിയിൽ ഇപ്പൊ ഈ അവകാശം ഉണ്ടെന്നേ. നെഗോഷിയേഷൻ ആണ് നമ്മളത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രൈവറ്റിനും ആകാലോ നെഗോഷിയേഷൻ. സോറി, നെഗോഷിയേഷൻ നമ്മൾ പ്രൈവറ്റിനും ആകാം. കൺക്ലൂഡ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ ആ മറന്നുപോയി. സോറി ഫോർ ഇന്ററപ്ഷൻ. നെഗോഷിയേഷൻ പ്രൈവറ്റിലും ചെയ്യാം. നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈവറ്റിന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമല്ലോ. ഇവർ കൊടുക്കുകയില്ല എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ പ്രശ്നം. അത് ഗവൺമെന്റ് അല്ല, കൊടുത്താലും ഞാൻ അതല്ലേ നേരത്തെ വാങ്ങിക്കില്ല പറഞ്ഞേ, എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പ്രൈവറ്റിന് ഒരു പാലം പണിയില്ല എന്ന് പറയുന്നതിന്റെ റീസൺ ഞാൻ അതാ അതാണ് ചോദിച്ചത്. പ്രൈവറ്റിന് റോഡ് അല്ല, പണിയാൻ പറ്റില്ലാത്തതിന്റെ റീസൺ പ്രവീൺ, പലതുണ്ട്. ഇൻഡിവിജ്വലിസം, അബ്സല്യൂട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ പ്രവീണും ഇൻഡിവിജ്വലിസത്തിന് അനുകൂലമായിട്ടുള്ള ആളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പക്ഷെ ഞാൻ ഇനി ഞാൻ പ്രാക്ടിക്കൽ പറയുന്നത് സെൻസ് നോ നമുക്കത് അതെ, നോ ഐ ഡോണ്ട് തിങ്ക് സോ രാജേഷ്. നോ, പ്രവീണിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നോക്കൂ. ഇപ്പം ഒരാള് അയാളുടെ വസ്തു വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അല്ല, അയാൾക്ക് ഞാനിത് അയാളുടേതായ പറഞ്ഞു പല നിർത്തിക്കട്ടെ. ഇത് കാരണങ്ങളുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചു പോകും. ഐ തിങ്ക് വി ക്യാൻ ഓക്കെ. കൺക്ലൂഡ് ഇറ്റ്. ദർ ഇസ് നോ പോയിന്റ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു? ഇപ്പം അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യത്തിനൂടെ പറയാം. എന്തുകൊണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് റോഡ് പണിയാൻ പറ്റുന്നില്ല? ഹൈവേ പോലെ. ഇപ്പൊ ഹൈവേ പോലത്തെ ഒരു വലിയ, അതായത് ലോങ് റൂട്ട് ഹൈവേ എന്ന് പറയുമ്പം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിൽ കൂടെ പോകുന്നു. ഒരുപാട് ആളുകളുടെ സമ്മതം വാങ്ങി അവരെ എല്ലാം ഈ ഹൈവേയുടെ ഗുണഫലങ്ങൾ ബോധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് നിയമ നടപടികളിൽ കൂടി അങ്ങനെ ഒരു ഹൈവേ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എല്ലാ റോഡുകളും എല്ലാ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളും ലോങ് ടേം ആയിട്ട് അതിൽ നിന്ന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തരുന്നത്. അതായത് വളരെ കാലങ്ങൾ കൊണ്ട്, അത്രയും കാലത്തേക്ക് ഒരു പൈസ ഇട്ട് ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അങ്ങനത്തെ ബിസിനസ്സുകളിൽ സാധാരണ ഒരു ബിസിനസ്സുകാരും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ്സുകാരൻ വേണ്ടാലോ, കുറച്ച് ബിസിനസ്സുകാർക്ക് ഒരുമിച്ച് ചെയ്യാലോ. ഇപ്പൊ അംബാനിക്കും അദാനിക്കും കുറച്ച് ബിസിനസ്സുകാരാണെങ്കിലും കൂടുതൽ ബിസിനസ്സുകാരാണെങ്കിലും ദേ ആർ ലുക്കിംഗ് ഫോർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? യെസ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, അപ്പൊ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവുമല്ലോ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ല പറയുന്ന, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈമിലേക്ക് ആയതുകൊണ്ട് ദാറ്റ് ഈസ് മോസ്റ്റ്ലി ദ കമ്പനീസ് വിൽ നോട്ട് പുട്ട് മണി ഇൻ ടു ദാറ്റ്. അത് അവരുടെ ഷെയർ പ്രൈസിനെ ബാധിക്കും, അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അതിനെ എതിർക്കും. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് ഇഷ്യൂസ്. മാത്രമല്ല ഒരുപാട് കമ്പനികൾ ചേരുക എന്ന് പറയുന്നത് ഇതൊക്കെ പ്രവീൺ ഇതൊക്കെ അനുമാനങ്ങളല്ലേ. കൺക്ലൂഡ് ചെയ്യായിരുന്നു. ഓക്കെ, നമുക്കിനി നേരിട്ട് കാണുമ്പോൾ ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ കുറെ കമ്പനികൾ, എന്റെ ഫ്ലോ പോയി, കുറെ കമ്പനികൾ പിന്നെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു ഹൈവേ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലരുടെ ബിസിനസ് താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേഷൻ വൈഡ് ആയിട്ട് അങ്ങനത്തെ പ്രൊജക്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വിരളമായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഫ്രീ മാർക്കറ്റിസ്റ്റ് ആയിട്ടുള്ള കൺട്രികളിൽ പോലും ഇത്തരത്തിലുള്ള ഹൈവേ ഡിസൈൻസ്, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നു. ഇപ്പം സിംഗപ്പൂർ 80 to 85% ക്യാപിറ്റലിസ്റ്റ് അല്ലെ ഫ്രീ മാർക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അവിടെയും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ ഗവൺമെന്റ് തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, മറ്റേ നമ്മുടെ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പോലും ഈ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് മാക്രോ ലെവലിലുള്ള ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ച് ആയിക്കോട്ടെ, ഞാനിത് കൺക്ലൂഡ് ചെയ്യട്ടെ. ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഷെയർ യു ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, യു ഷെയർ മീ, നോക്കാം. ഓക്കെ, അപ്പം പിന്നെ ഇത്തരത്തിലുള്ള ലോങ് ടൈം ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികൾ വരാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹൈവേ പോലത്തെ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഗവൺമെന്റ് തന്നെയാണ് മിക്ക രാജ്യങ്ങളിലും ഇത് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ദെൻ നമ്മൾ പറയുന്നത് അവിടെ ബിസിനസ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കണം. ഇപ്പൊ KRLന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും അതാണ് പറയുന്നത്, ഷുഡ് ബി ഗവൺമെന്റ് ആയിരിക്കും സ്ഥലം ഏറ്റെടുക്കുന്ന, അതിനെ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈൻ പോകുന്ന അലൈൻമെന്റ് ഫിക്സ് ചെയ്യുന്നത്, ദ കോമ്പൻസേഷൻ ദേ വിൽ ഡിസൈഡ്, ഓക്കെ വാട്ട് എവർ ദേ. പക്ഷേ ഫൈനലി ആ ഒരു അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ അവിടെ ടെൻഡർ ഇട്ട് അത് ഏറ്റവും നല്ല കമ്പനികളിൽ നിന്നുള്ള കോച്ചുകൾ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതിന്റെ കൺസൾട്ടൻസി വരെ പ്രൈവറ്റ് കമ്പനികളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലായിടത്തു നിന്നും ഗവൺമെന്റിനെ മാറ്റി നിർത്തുക, ഗവൺമെന്റ് ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വൽസ് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് വല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളർന്നു വന്നതിനുള്ള റോബോട്ടുകളുടെ കോളനികളിൽ വല്ലതും നടക്കുമായിരിക്കും. ഏതായാലും മനുഷ്യന്റെ കാര്യത്തിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ ഞാൻ ഇടപെടുകയാണ്. അപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷെ ഇത് നമുക്കറിയാം, ധാരാളമായിട്ട് വീണ്ടും സംസാരിക്കേണ്ട സംഭവം തന്നെയാണ്. ആകെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്തത്. അത് എന്നിട്ട് തന്നെ ഇത്ര സമയം എടുത്തു. കുറച്ച് കമന്റുകളൊക്കെ ആളുകൾ ഇട്ടിട്ടുണ്ട്, അതിന്റെയൊക്കെ മറുപടി അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വീണ്ടും നമ്മൾ ആ പഴയ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒക്കെ
കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക. നമുക്ക് അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആശയത്തിനോട് എന്തെങ്കിലും എതിർപ്പുള്ള ഒരു ബൈനറി തിങ്കിങ്ങിലുള്ള ഒരു രീതിയായിട്ടല്ല ഇത് പോകുന്നത്. അതായത് അതിൽ തന്നെ ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പൊ ആര് പറയുന്നതിനോടാണ് കൂടുതൽ നമ്മൾ ഒരു മനുഷ്യനും 100% ശരിയോ അല്ലെങ്കിൽ 100% തെറ്റോ ആവാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ യുക്തിക്കനുസരിച്ച് അന്വേഷണത്തിലൂടെ കൂടുതൽ സത്യത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ കേട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ചെയ്യുക. എന്തായാലും പങ്കെടുത്ത അഭിലാഷിനും പ്രവീണിനും നന്ദി. അപ്പോ ഈ തുടർന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാം എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോ താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പോൾ ശരി, ബൈ. ശരി, ബൈ.